ഭാഷാവർന്ന് ശ്രദ്ധിക്കട്ടെ, ഭാഷാവർന്ന് ശ്രദ്ധിക്കട്ടെ. കർത്താവേ, മാരക രോഗങ്ങള് യേശുവിന്റെ നാമത്തില് ആരും പ്രാർത്ഥിക്കുന്ന രോഗങ്ങള് അങ്ങനെയുമായ വർദ്ധനയുടെ വ്യക്തമെന്ന് പ്രാർത്ഥിക്കുന്ന രോഗികളെ സ്പർശിക്കണമേ, അതിനെ അങ്ങ് സ്പർശിക്കണമേ, ഹൃദയത്തെ അങ്ങ് സ്പർശിക്കണമേ, കരളിനെ അങ്ങ് സ്പർശിക്കണമേ. ഈശോ വിശുദ്ധമായ തുടർന്ന് പറഞ്ഞു കൊടുക്കാൻ ശീലാഭ്യാസികളെ യേശുവിന്റെ നാമത്തിലെ രോഗങ്ങള്, ആദ്യ രോഗങ്ങള്, രോഗങ്ങള്, അവസാന രോഗങ്ങള്, അലർജി രോഗങ്ങള്, ഉള്ള കാലം മുതല് ഉച്ചവരെ യേശുവിന്റെ നാമത്തില് മാറിയ രോഗങ്ങൾ മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ, സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. കാരണത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവേ, അങ്ങനെ മക്കളെ ഇപ്പോൾ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധ ദുരിതങ്ങള്, വിവിധ ഭാരങ്ങള് പോകുന്നവരെ, പ്രഭാഷണത്തിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നവരെ, ഈ ധ്യാനം ഓൺലൈനായിട്ട് കൂടുന്നവരെ, വ്യത്യസ്തമായ രാജ്യങ്ങളിൽ, സംസ്ഥാനങ്ങളിലെ ഓരോ ജില്ലകളിലും ഇപ്പോൾ പ്രാർത്ഥന കൂടുന്നവർ, അവരെ കർത്താവ് സ്പർശിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, സാമ്പത്തിക ബാധ്യതകളാൽ പൊറുതി മുട്ടിയവരും നിക്ഷേപം അറിയാൻ പറയാത്തവരെ അവിടെ നീ സ്പർശിക്കണമേ, മക്കളെ സ്പർശിക്കണമേ. വഴിപിഴച്ച ജീവിതമുള്ള ജീവിത പങ്കാളികളെ നീ തിരികെ വിളിക്കണമേ. കേസ് അകപ്പെട്ടിരിക്കുന്നവരെ, വിവാഹമോചന കേസുള്ളവരെ എല്ലാം നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വെക്കാനുള്ളവരെ, ജപ്തി നടപടി നേരിടുന്നവരെ ഒക്കെ നീ സ്പർശിക്കണമേ. അലർജി രോഗികളെ സ്പർശിക്കണമേ. മക്കളില്ലാത്തവരെ ഇപ്പോൾ സ്പർശിക്കണമേ. ഇപ്പോൾ സ്പർശിക്കണമേ. IELTS പോലുള്ള പരീക്ഷകള്, കർത്താവേ, യോഗ്യതാ പരീക്ഷകള്, മത്സര പരീക്ഷകള് എല്ലാം അറ്റൻഡ് ചെയ്യാൻ പോകുന്നവരെ അവരെ അങ്ങ് ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജപ്തി നടപടി നേടുന്നവരെ, പലതരത്തിലുള്ള വിഷമതകള്, കർത്താവേ, വിദേശ ജോലിക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങള്, അതിന് തടസ്സങ്ങള്, വിസ തടസ്സങ്ങള്, പാസ്പോർട്ട് തടസ്സങ്ങള്, എംബസി തടസ്സങ്ങള്, എല്ലാം ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാത്തിനേക്കാളും ഉപരിയായി കർത്താവേ, അങ്ങേ ഗ്രഹിക്കാൻ, അങ്ങേ വിഷയം സ്വീകരിക്കാൻ ഞങ്ങൾക്ക് ആന്തരികമായ മനസ്താപവും മനസ്സാന്തരവും നൽകണമേ. ദൈവത്തിന്റെ കരുണ ചെയ്യട്ടെ. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. പക്ഷാവരത്തോടെ, പക്ഷാവരത്തോടെ, പക്ഷാവരത്തോടെ ഞങ്ങളുടെ പോരായ്മകള്, ഞങ്ങളുടെ ഇല്ലായ്മകള്, ഓരോ മക്കളും ഓരോ തരത്തിലുള്ള വിഷമതകളാല് കുഞ്ഞുങ്ങളെ കുറിച്ച് വേദനിപ്പിക്കുന്നവര്, അവർ പഠിക്കുന്ന വിഷയത്തെ കുറിച്ച് വേദനിപ്പിക്കുന്നവര്, ജോലിയില്ലാത്തവര്, പ്രമോഷൻ ലഭിക്കാത്തവര്, പലതരത്തിൽ കേസ് അകപ്പെട്ടിരിക്കുന്നവര്, കുടുംബസമാധാനം ഇല്ലാത്തവര്,
പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെയും ഓരോ ആവശ്യങ്ങളെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തില് അമ്മ പ്രത്യക്ഷപ്പെട്ട ആൾത്താറിൽ നിന്നുകൊണ്ട് അമ്മയോടെ പ്രാർത്ഥിക്കുന്ന അമ്മയുടെ മധ്യസ്ഥത്തില് അമ്മ പ്രത്യക്ഷപ്പെട്ട ആൾത്താറയിൽ നിന്നുകൊണ്ട് അമ്മയോടെ പ്രാർത്ഥിക്കുന്നു. യേശുവേ, അമ്മയുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട് ഞങ്ങളോട് കണ്ണു തോന്നണമേ, ഞങ്ങളുടെ ചുമം തോന്നണമേ. യേശുവിന്റെ ശക്തി, യേശുവിന്റെ ശക്തി ഓരോ മക്കളിലേക്കും മാർഗരോഗങ്ങള്, വേദികള്, ജീവിത ദുരിതങ്ങള് യേശുവിന്റെ ഉന്നതമായ നാമത്തില് മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുമിച്ച് സന്തോഷത്തോടെ ആരാധ്യം കൈകൾ അങ്ങനെ മക്കളെ നീ അവിടെ കണ്ണുനീര് കർത്താവേ ഏറ്റെടുക്കണമേ കർത്താവേ. അവിടെ വേദനകളെ ഏറ്റെടുക്കണം കർത്താവേ. പാപങ്ങളാണല്ലോ അവൻ ചെയ്യുന്നത്. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ കർത്താവേ എല്ലാം ഏറ്റെടുക്കണം ദൈവമേ. ഈ പ്രഭാതത്തിൽ അങ്ങനെ താമസം അവിടെ കണ്ണുനീര് അവിടെ ഭാരങ്ങള് അങ്ങ് പൂർണ്ണമായി ഏറ്റെടുത്തുകൊണ്ട് അവിടെ മധ്യസ്ഥത്തിന് അവരെ ശ്രദ്ധിക്കണമേ, സമാധാനപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണുകളടച്ച് കൈകൾ കൂപ്പി മൗനമായി കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുക. ഈശോ തൻ്റെ വലതുകരം
പൂപോലെ മൃദുവായും മഞ്ഞുപോലെ വെളുത്തതുമായ അവിടുത്തെ വലതുകരത്താൽ നമ്മളെ സ്പർശിക്കുന്ന സമയമാണ്. കർത്താവേ, ഞങ്ങളുടെ പാപങ്ങളാണ് നീ ഏറ്റെടുത്തത്. ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി നീ ക്ഷേത്രം ഏൽപ്പിക്കപ്പെട്ടു. എല്ലാം ഏറ്റെടുക്കുന്ന ദൈവമേ, നിന്നെ ആരാധിക്കുന്ന സ്വർഗീയമായ നിമിഷങ്ങളിലെ ഇവിടെയുള്ള മുഴുവൻ മനുഷ്യരുടെ കണ്ണുനീരിനെ, രോഗത്തെ, ഭാരത്തെ നീ ഏറ്റെടുത്തതിന് നന്ദി പറയുന്നു. അങ്ങയുടെ അമ്മ പ്രത്യക്ഷപ്പെട്ട വിശുദ്ധമായ അൾത്താരയിലെ സമയ കടികാരം നെഞ്ചി ചാർത്തിക്കൊണ്ട് ദുരന്തമുണ്ടാകാൻ പോകുന്ന പ്രാർത്ഥിക്കണമെന്ന് ലോകത്തോട് ആവശ്യപ്പെട്ട സ്വർഗം ചുംബിച്ച ഈ വിശുദ്ധ മണ്ണിലെ അമ്മയുടെ കൂടെ ചേർന്നുകൊണ്ട് ഞങ്ങൾ അങ്ങയോട് മധ്യസ്ഥം യാചിക്കുകയാണ്. ആയിരക്കണക്കിന് മനുഷ്യരാണ് ഉടമ്പടി എടുത്ത് പോയിരിക്കുന്നത്. ഇന്ന് ഉടമ്പടി എടുക്കാൻ വന്നിരിക്കുന്നതും പുടിതുക്കാൻ വന്നിരിക്കുന്നതുമായ എല്ലാവരുടെയും മേലും അമ്മയുടെ നിലമേലെങ്കിൽ അവരെ സംരക്ഷിച്ചുകൊണ്ട് കണ്ണീരിൻ്റെ കാലത്ത് അവരെ സാന്ത്വനപ്പെടുത്തിക്കൊണ്ട് നിൻ്റെ പുത്രൻ്റെ മേൽ ഫലമേൽപ്പിക്കണമേ. നിൻ്റെ പുത്രൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. ആബാ പിതാവേ, ഞങ്ങൾ അമ്മയുടെ മധ്യസ്ഥത്തിൽ യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വിശുദ്ധ വചനത്തെ അങ്ങ് മഹത്വപ്പെടുത്തണമേ. അങ്ങയുടെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയെ അങ്ങ് മഹത്വപ്പെടുത്തണമേ. അങ്ങയുടെ ഏകപുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തെ അങ്ങ് മഹത്വപ്പെടുത്തണമേ. ഞങ്ങളെല്ലാവരെയും സാക്ഷികളാക്കണമേ. ഞങ്ങളുടെ പ്രവർത്തനങ്ങളിലെ കർത്താവെ നീ ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ട് മർക്കോസിൻ്റെ 16:20 അനുസരിച്ചുകൊണ്ട് ഞങ്ങളോട് ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ അങ്ങ് അടയാളങ്ങൾ കൊണ്ട് സ്ഥിരീകരിക്കണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇരിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് നമുക്ക് നൽകിയ ഒരു ദിവസമാണ്. ഒരു വലിയ ബോധത്തോടു കൂടി നമുക്ക് കർത്താവിൻ്റെ വചനങ്ങൾ കേൾക്കാം. കർത്താവിൻ്റെ വചനങ്ങൾ കേൾക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായ ഒരു ആവാസവും അഭിഷേകവും ഉണ്ടാകണം. പ്രാർത്ഥിക്കുക. കർത്താവേ, അങ്ങയുടെ ദാനവും വാഗ്ദാനവുമായ പരിശുദ്ധാത്മാവിനാൽ എൻ്റെ ഹൃദയത്തെ ജ്വലിപ്പിച്ചുകൊണ്ട് അങ്ങയുടെ വചനം സ്വീകരിക്കാനും അത് നിവൃത്തിയാക്കാനും സ്വർഗത്തിന്റെ സാക്ഷിയാകാനും എന്നെ ഉപകരണമാക്കണമേ. പ്രൈസ് ദി ലോർഡ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതെല്ലാം വർക്ക് ചെയ്യുമ്പോൾ നിങ്ങളിവിടെ വെളിച്ചം കാണുന്നു അല്ലേ? അച്ഛനെ കാണാമല്ലോ. ഇപ്പോൾ ഇവിടെ നല്ല പൂ പോലെ വെളിച്ചമാണ്. പിന്നെ നിങ്ങൾ കാറ്റ് ഏൽക്കുന്നു. ഈ ചൂടിന് അതൊരു സാന്ത്വനമാണല്ലേ. പിന്നെ നിങ്ങൾ ശബ്ദം കേൾക്കുന്നു. അപ്പോൾ ചെറിയ സ്വരത്തിലാണ് ഞാൻ സംസാരിക്കണമെന്നുണ്ടെങ്കിലും നിങ്ങൾ വലിയ സ്വരത്തിൽ അത് കേൾക്കുന്നു. അപ്പോൾ ശബ്ദം, വെളിച്ചം, കാറ്റ് ഇതെല്ലാം നമുക്ക് അനുഭവിക്കുന്നു. നമ്മുടെ അനുഭവ രോഗമാണിത്. പക്ഷേ ഇതിൻ്റെയൊക്കെ എല്ലാം ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താ? ചാലകശക്തി. എന്താണത്? കറണ്ടാണ്. കറണ്ടില്ലെങ്കിൽ എല്ലാം പോകും അല്ലേ? ഏതാണ്ട് ഇതുപോലെയാണ് എല്ലാ ദൈവിക ഇടപെടലിൻ്റെയും കറണ്ടെന്ന് പറയണത് പരിശുദ്ധാത്മാവാണ്. എല്ലാ ദൈവിക ഇടപെടലിൻ്റെയും കറണ്ട്, ശക്തി പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിനെ തന്നെ ഇപ്പോൾ നമ്മൾ ഉടമ്പടി എടുക്കുമ്പോഴും അത് ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള കാര്യങ്ങളാണ് ഉടമ്പടിയിലൂടെ നടക്കുന്നത്. ഹെവി ഡ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് നടക്കാൻ, സാധാരണഗതിയിൽ നടക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് ഹെവി ഡ്യൂട്ടി എന്ന് പറയുന്നത്. അതാണ് ഉടമ്പടിയുടെ സ്പേസ് എന്ന് പറയുന്നത്. സാധാരണ കാര്യങ്ങളൊക്കെ നൊവേന, അതുപോലെ മറ്റു തരത്തിലുള്ള ഒത്തിരി പ്രാർത്ഥനകളില്ലേ നമുക്ക്, അതുകൊണ്ട് നടക്കും. പക്ഷേ അതെല്ലാം ചൊല്ലണ പ്രാർത്ഥനകളാണ് അല്ലേ? ചൊല്ലുന്ന പ്രാർത്ഥനകളാണ്. ഉടമ്പടി ചൊല്ലുന്ന പ്രാർത്ഥനയല്ല. പിന്നെന്ത് പ്രാർത്ഥനയാണ്? ചെയ്യുന്ന പ്രാർത്ഥനയാണ്. അതാണ് വിഷയം.
അതാണ് വിഷയം. അതുകൊണ്ടാണ് ഹെവി ഡ്യൂട്ടി ആകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു ചേച്ചി സാക്ഷ്യം പറഞ്ഞു വയനാട് നിന്ന്. അവരുടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ 6 കൊല്ലമായിട്ട് ഇവരുടെ മകൻ, അതിന് എന്താ 6-7 വയസ്സുണ്ട്. ഈ മകൻ ഒരു പ്രത്യേക രോഗമാണ്. എന്താണ്? പെട്ടെന്ന് തെറിച്ച് പോയി വീഴും താഴെ. പെട്ടെന്ന് തെറിച്ച് പോകും. നിൽക്കുന്ന നിപ്പിൽ ഇങ്ങനെ കറക്റ്റടിക്കുന്ന പോലെ തെറിച്ച് പോയി വീണ് തലയൊക്കെ പൊട്ടിക്കഴിയുമ്പോൾ 3-4 സ്റ്റിച്ചൊക്കെ തലക്കുണ്ടാകും. തലകുത്തിയാണ് വീഴുന്നത്. ഇതൊരു പ്രത്യേക എപ്പിലെപ്സി തന്നെയാണ് സംഭവം. നമ്മൾ പറയുന്ന അപസ്മാരം തന്നെയാണ്. പക്ഷേ വേറൊരു സാധനം പറയുന്നത് കറണ്ട് അടിക്കുന്ന പോലെ തെറിച്ച് പോകും. തെറിച്ച് പോയിട്ട് ആളവിടെ തന്നെ വീണ് കഴിഞ്ഞാൽ പിന്നെ ബോധം ഉണ്ടാകത്തില്ല. പക്ഷേ തലയൊക്കെ പൊട്ടി ചോര ഒലിക്കും. അപ്പോൾ ഇത് ഇവർ ട്രീറ്റ്മെൻറ്റിലാണ്. അപ്പോൾ ഡോക്ടർ പറയണത് 6 കൊല്ലമായിട്ട് ട്രീറ്റ്മെൻറ്റിലാണ്. ന്യൂറോ സർജന്മാരുടെ വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സർജന്മാരുടെ ട്രീറ്റ്മെൻറ്റിലാണ്. പക്ഷേ ആശുപത്രിയിൽ ഞാൻ പറയണില്ല, അത് ശരിയല്ലല്ലോ. പക്ഷേ അവർ പറയണത് ഇവരോട് പറഞ്ഞത് ഇതാണ്, സഹോദരി ഇതിൻ്റെ അകത്തുള്ള വിഷയത്തിലേ ഉള്ളൂ, ഇവൻ്റെ ഇ ജി ഒന്ന് ഓക്കെ ആണെങ്കിൽ നമുക്ക് ഇത് ഓപ്പറേഷൻ ചെയ്ത് പരിഹരിക്കാം, അല്ലെങ്കിൽ പരിഹരിക്കാൻ പറ്റത്തില്ല. ഇ ജി കഴിഞ്ഞ 6 കൊല്ലത്തിനുള്ളിൽ 17 ടെസ്റ്റുകൾ നടത്തും. ഞാനിപ്പോൾ എന്താ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കറിയാവോ? ഉടമ്പടി ഹെവി ഡ്യൂട്ടി എടുക്കുന്ന പ്രാർത്ഥനയാണെന്ന് പറയാനാണ് ഞാൻ ഈ എക്സാമ്പിൾ പറയണത്. അതായത് ഈ 6 വർഷം കൊണ്ട് 17 ടെസ്റ്റ് ഇ ജി എടുക്കും ബ്രെയിൻ്റെ. ഇന്ന് വരെ ഒരു ടെസ്റ്റും ഓക്കെ ആയിട്ടില്ല. പക്ഷെ അങ്ങനെ വരുമ്പോൾ അവസാനം എന്താ വെച്ചാൽ ഒരു ഓപ്പറേഷൻ നിശ്ചയിക്കുക. അവസാനം ഒരു മാർഗ്ഗം വേറെ ഒന്നും ഇല്ല, ഓപ്ഷൻ ഇല്ല. പക്ഷേ അതിൻ്റെ സെക്കൻഡ് ഓപ്ഷൻ വേറെ ഹോസ്പിറ്റലിൽ പോയി അതേ ഡോക്ടർമാരോട്, അത്തരം സ്പെഷ്യലൈസേഷൻ ഡോക്ടർമാരോട് ചോദിക്കുമ്പോൾ അവർ പറയും ഓപ്പറേഷൻ ഓക്കെ, പക്ഷേ കൊച്ചു തളർന്നു പോകാനും സാധ്യതയുണ്ട്. ഓപ്പറേഷൻ കഴിയും ബ്രെയിനല്ലേ വെട്ടിപ്പൊളന്ന് നോക്കണത്. അത് അപ്പോൾ ഓപ്പറേഷൻ ഓക്കെ, അതേ ഒരു മാർഗ്ഗമുള്ളൂ. പക്ഷേ അതൊരു ലാസ്റ്റ് ഓപ്ഷനാണ്. ചിലപ്പോൾ കാഷ്വാലിറ്റി ഉണ്ടാവും, ചിലപ്പോഴത് തളർന്നു പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇവർ വിഷമവൃത്തത്തിലാകും. അപ്പോൾ എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇങ്ങനെ ഇരിക്കുമ്പോൾ അവരുടെ കൂട്ടുകാരത്തി കൃപാസനത്തിൻ്റെ ഒരു മിറക്കിളിൻ്റെ ഒരു ലിങ്ക് ഇവർക്ക് ഷെയർ ചെയ്യും. അതാണ് ഷെയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഗുണം. അതാണ് ഞാൻ നിങ്ങളോട് പറയത്തില്ലേ, ഈ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പുറത്ത് ഓൺലൈനിൽ കൂടുന്നവർ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ കൂടുമ്പോൾ അതപ്പം തന്നെ പ്രാർത്ഥിച്ച് ഷെയർ ചെയ്യണം. ആരുമൊക്കെ ചിലപ്പോൾ നിങ്ങളെക്കൊണ്ട് ദൈവം ഉദ്ദേശിക്കണം അതായിരിക്കും. കാര്യം നിങ്ങളുടെ കാര്യം ദൈവം ഏറ്റെടുക്കുമ്പോഴാണല്ലോ നിങ്ങളെ ഇങ്ങോട്ട് വിളിക്കണത്. അല്ലെങ്കിൽ വിളിക്കത്തില്ലല്ലോ, വിളിച്ച് കളിയാക്കി വിടുമോ ദൈവം? അല്ലെങ്കിൽ അത് അത്രയും ചിന്തിച്ചാൽ മതി. നിങ്ങളെ ഈ മണ്ണിലെ അമ്മ പ്രത്യക്ഷപ്പെട്ട് 10,000 സാക്ഷ്യം പറഞ്ഞിട്ടുള്ള, കുറഞ്ഞ കാലം കൊണ്ട് സാക്ഷ്യം പറഞ്ഞിട്ടുള്ള ഈ മണ്ണിലേക്ക് ദൈവം നിങ്ങളെ വിളിച്ചുവെന്ന് കേൾക്കുമ്പോൾ തന്നെ ഓർക്കുക, നിങ്ങളുടെ കാര്യത്തിൽ ദൈവം ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു. നിങ്ങൾ പറയരുത് ഞങ്ങളെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് വന്നതാണ്, ആൻറ്റി വിളിച്ചിട്ട് വന്നതാണ്, അല്ലെങ്കിൽ അയൽവാസി വിളിച്ചിട്ട് വന്നതാണെന്നല്ല. അങ്ങനെ ഒന്നുമില്ല. അവരൊക്കെ നിമിത്തങ്ങളാണ്. ദൈവമാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. നിങ്ങൾ ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഉറപ്പാക്കാം ഈ വിഷയത്തിൽ തീരുമാനമായെന്ന്. നിങ്ങൾ ചെയ്യാൻ പോകുന്ന എല്ലാ വിഷയത്തിൻ്റെ മേലും തീരുമാനം എടുത്തു കഴിഞ്ഞു. നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ വന്ന് സാക്ഷ്യം പറയാൻ ദൈവം അനുവദിക്കും. പക്ഷേ അതല്ല, ദൈവം നിങ്ങളുടെ ജോലി ചെയ്യും. അപ്പം നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മുടെ മുമ്പിൽ ഇനി അവശേഷിക്കുന്നത് എന്താണ്? ദൈവത്തിൻ്റെ ജോലിയാണ്. അത് നമ്മൾ ചെയ്യണം. അപ്പോൾ ഇവരെങ്ങനെ ചെയ്തിരിക്കണത്? ഇവർ ഒരു ലിങ്ക് ഷെയർ ചെയ്ത് ഇവിടെ ഒന്ന് പോയി നോക്കുക. മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ്. കുറേ ആൾക്കാരൊക്കെ ഒത്തിരി പേര് സൗഖ്യപ്പെടുന്നുണ്ട്. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കാൻ പറഞ്ഞു. അപ്പോൾ അവർ കഴിഞ്ഞ ആഴ്ച ഈ കുട്ടിയെയും കൊണ്ട് ഇവിടെ വന്നു. ഓപ്പറേഷൻ നിശ്ചയിച്ച കൊച്ചിനെയും കൊണ്ട് ഇവിടെ വന്നു. ഞാനൊന്നും ഓർക്കണ കൂടിയില്ല എന്തുമാത്രം ആൾക്കാർ ഇതുവരെ വരണതാണ് എല്ലാ ദിവസവും. അപ്പോൾ അവർ ഇവിടെ വന്ന് ഈ എമർജൻസി കേസെല്ലാം അന്ന് തന്നെ എടുക്കും, മാറ്റി വെക്കത്തില്ല. പണ്ടത്തെ പോലെയല്ല. എമർജൻസി കേസ് അപ്പം തന്നെ മുന്നിൽ സമയമില്ലാത്ത എല്ലാ കേസും അച്ഛൻ എടുക്കും. ഒരു 1600 കേസ് ഞാൻ ഈ മാസം എടുത്തിട്ടുണ്ട്. ഏപ്രിൽ മാസം 1600 പേരെ നേരിട്ട് കണ്ടു കഴിഞ്ഞു ഓൾറെഡി. അപ്പോൾ നിങ്ങൾ ആരും വിചാരിക്കരുത് ഒരു എമർജൻസി വന്നാൽ തീർച്ചയായിട്ടും അന്ന് തന്നെ കാണും. എമർജൻസി ആയിരിക്കണം, അതിൻ്റെ രേഖ ഉണ്ടാകണം, അത്രേ ഉള്ളൂ കാര്യം. അപ്പോൾ ഇവർ ധ്യാനം കൊണ്ടതിന് ശേഷം അന്ന് തന്നെ കണ്ടു. ഞാനെന്താ ചെയ്തത്? ഞാൻ സിമ്പിളായിട്ടൊരു കാര്യം ചെയ്തുള്ളൂ. അവിടെ ഉടമ്പടി കഴിഞ്ഞപ്പോൾ ഞാൻ കർത്താവിൻ്റെ കുരിശുരൂപത്തിൽ പോയി, അവരത് സാക്ഷ്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ കർത്താവിൻ്റെ കുരിശുരൂപത്തിൽ പോയി കെട്ടിഞ്ഞാന്ന് കിടന്ന്. അത്രേ ഉള്ളൂ ഞാൻ ചെയ്തത്. അല്ലാതെ ഇതിൻ്റെ വേറെ അഭ്യാസങ്ങളൊന്നുമില്ല. യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയണം. ദൈവം അവനെ മരിച്ചവെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം.
പിന്നെ അതാണ് റോമ 10:9. ഞാൻ ആ ഞാഴുന്ന് കിടക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പറയുന്ന പ്രാർത്ഥന ഉണ്ടല്ല, ഇതൊന്നും ആചാരമല്ല. എല്ലാ ആചാരങ്ങളെ അർത്ഥമാക്കുന്നത് അതിൻ്റെ അകത്തുള്ള ഫെയ്ത്ത് പ്രെഡിക്ഷൻസ്, ഫെയ്ത്ത് പ്രൊക്ലമേഷൻസാണ്. നിങ്ങളിപ്പോൾ ഒരു ഉപ്പ് കൊണ്ടുപോയി ഞങ്ങൾ വെഞ്ചരിച്ച് തരുന്ന ഉപ്പ്, ഞങ്ങൾ ആ ഒരു ഫോർമുലയാണ് അത് വെഞ്ചരിക്കുന്നത്. അല്ല പള്ളികളിൽ പായസവും വെള്ളമൊക്കെ വെഞ്ചരിക്കണ പോലെ അല്ല. ഞങ്ങൾ വെഞ്ചരിക്കുമ്പോൾ പരിശുദ്ധ കുർബാന ചൊല്ലി അതിന് ശേഷം 12 പ്രാർത്ഥന ചൊല്ലിയാണ് നേർച്ച ദിവസം വെഞ്ചരിക്കുന്നത്. എന്താണ്? ഒരു മനുഷ്യന് ബന്ധിച്ചിട്ടിരിക്കുന്ന, യേശുവിൽ നകറ്റിക്കളയുന്ന, ഞങ്ങൾ രോഗമാണെന്നോ അല്ലെങ്കിൽ പിശാച് ബാധയാണെന്നോ സാമ്പത്തികമായ കടമാണെന്നോ അങ്ങനെയല്ല വിഷയങ്ങൾ എടുക്കുന്നത്. ഞങ്ങൾ എടുക്കുന്നത് യേശുവിൽ നിന്നൊരു വ്യക്തിയെ അകറ്റിക്കളയുന്ന നെഗറ്റീവ് പവേഴ്സ്, പ്രതിലോമ ശക്തികൾ. അതെന്തുമാകാം. ആ മേഖലകളിൽ യേശുവിനെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മുടെ വിശ്വാസം ഇൻവെസ്റ്റ് ചെയ്യണം, അത്രയേ ഉള്ളൂ. എന്താണ് നമ്മുടെ വിശ്വാസം? നമ്മുടെ വിശ്വാസം എന്താണ്? യേശു, റോമ 10:9 വിശ്വാസം. എന്താണ്? യേശു കർത്താവാണ്. ഒന്ന് പറഞ്ഞേ, യേശു കർത്താവാണ്. ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. എന്നിട്ട് നിങ്ങൾ പറയേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്. എന്താണ്? ഇതിന് ഞങ്ങളെ സാക്ഷികളാക്കണമേ. അതാണ് വിഷയം. ഈ നമ്മൾ റോമ 10:9 കാണുന്ന ആ വചനമാണ് ഇതിൻ്റെ ആണി എന്ന് പറയുന്നത്. പക്ഷേ ഇത് വർക്കൗട്ട് ചെയ്യണത്, ആക്ടിവേറ്റ് ചെയ്യുന്നത് നമ്മൾ അത് ആ വചനം ആക്ടിവേറ്റ് ചെയ്യണത് എപ്പോഴാണ്? അതിന് നമ്മൾ സാക്ഷികളാകുമ്പോഴാണ്. അതാണ് ഈശോ പറയണത്, ഇതിന് നിങ്ങളാണല്ലോ സാക്ഷികൾ. പാപമോചനത്തിലുള്ള അനുതാപം അവൻ്റെ നാമത്തിൽ ജെറുസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. ഒന്നിനു പറഞ്ഞേ, പാപമോചനത്തിനായുള്ള ജ്ഞാനസ്നാനം അവന്റെ നാമത്തിൽ പ്രഘോഷിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ഇവയ്ക്ക് സാക്ഷികളാണ്. ഇതാണ് വിഷയം. ഇതാണ് ഇതിൻ്റെ മർമ്മം എന്ന് പറയുന്നത്. പാപമോചനത്തിനായി യേശുവിൻ്റെ നാമമാണ് നൽകപ്പെട്ടിരിക്കുന്നത്. ഈ യേശുവിൻ്റെ നാമത്തിൽ അവൻ്റെ പുനരുത്ഥാനം, അവൻ്റെ പാപത്തിന് പരിഹാരം ചെയ്തുകൊണ്ട് അവൻ കുരിശിൽ മരിച്ചു. ദൈവം അവൻ്റെ പരിഹാരക്രിയയെ അംഗീകരിച്ചുകൊണ്ട്, ആ പരിഹാരം അംഗീകരിച്ചുകൊണ്ട് അവൻ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ആ ഉയർപ്പിൽ ഞാൻ വിശ്വസിക്കുന്നു. ആ ഉയർപ്പിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ ആ ഉയർപ്പ് നമുക്ക് അവകാശവും ഓഹരിയുമാകുന്നു. അങ്ങനെയാണ് നമ്മൾ നിത്യമായിട്ട് ജീവിക്കുന്നത്. അതൊന്നിന് വായിച്ചുള്ള ലൂക്കാസ് വിശേഷം. പാപമോചനത്തിനുള്ള അനുതാപം അവൻ്റെ നാമത്തിൽ ജെറുസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ഇവയ്ക്ക് സാക്ഷികളാണ്. ഇതുകൊണ്ട് ഈ സാക്ഷ്യമാണ് പ്രധാനം, ഇതിന് മർമ്മം. അതായത് നമ്മൾ ഗൺ പോയിന്റിൽ നിർത്തേണ്ട ഒരു വിഷയം. അതായത് മർമ്മം അറിയാതെ നമ്മൾ അഭ്യാസം കാണിച്ചൊരു കാര്യമില്ല. എല്ലാ വിശ്വാസത്തിനും അതിൻ്റെ മർമ്മങ്ങളുണ്ട്. ഒരു മർമ്മം ഇതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? യേശു കർത്താവാണ്. ഒന്ന് പറഞ്ഞേ, യേശു കർത്താവാണ്. റോമ 10:9 യേശു കർത്താവാണ്. ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. അതുകൊണ്ട് തന്നെ അവന്റെ നാമത്തില് പാപമോചനം ലഭിക്കുന്നു. പാപമോചനം അവന്റെ നാമത്തിൽ ലഭിക്കുന്നു. പിന്നെ എന്താ അതിൻ്റെ അതുകൂടെ വരുന്നത്? ഇവയ്ക്ക് പുനരുത്ഥാനത്തിന് ഇവയ്ക്ക് നിങ്ങളാണല്ലോ സാക്ഷികൾ. അപ്പോൾ നമ്മളെന്താ പ്രാർത്ഥിക്കേണ്ടത്? യേശു കർത്താവാണെന്നുള്ളതിന് എന്നെ സാക്ഷിയാക്കണമേ. എന്നിട്ട് കൈ നെഞ്ചെത്തിച്ച് പ്രാർത്ഥിച്ചേ, യേശു കർത്താവാണെന്നുള്ളതിന് എന്നെ സാക്ഷിയാക്കണമേ. ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്നുള്ളതിന് എന്നെ സാക്ഷിയാക്കണമേ. എന്നെ സാക്ഷിയാക്കണമേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? ഞാൻ കണ്ടതാണ്, ഞാൻ കേട്ടതാണ്, ഞാൻ അനുഭവിച്ചതാണ് എന്ന് പറയാൻ ഞങ്ങൾക്കൊരനുഭവം തന്നെ. നമ്മൾ ദൈവത്തോട് ചോദിക്കണത് എന്താണ്? ഞങ്ങളെ അനുഗ്രഹിക്കണമേ, അല്ലേ? ലുത്തീനിയായിൽ എന്താണ് നമ്മൾ പറയണത്? ഞങ്ങളെ മിശിഹായെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, പരിശുദ്ധാത്മാവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇങ്ങനെ അനുഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ വെറുതെ ഇങ്ങനെ ഒരു ജന്മം മുഴുവൻ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഒരു പണി നടക്കത്തില്ല. ഇതിൻ്റെ വർക്ക് അതെങ്ങനെ അനുഗ്രഹിക്കണമെന്ന് അറിയണം. എന്തിനനുഗ്രഹിക്കണം, എങ്ങനെ അനുഗ്രഹിക്കണം,
അതിൻ്റെ മെക്കാനിസം എന്താണെന്ന് അറിയേണ്ടത് കാര്യങ്ങൾ ചെയ്യാതെ അനുഗ്രഹിക്കണമേ, ഈശോ കറണ്ട് വന്നില്ലല്ലോ, എപ്പോൾ വരുമോ, KCBക്കാർ സമരമാണോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഏതും പിറക്കും പിച്ചിമയും പറഞ്ഞിരിക്കുന്നവർക്ക് പറയേണ്ടത് 2 ചെമ്പരത്തി പൂട് വെച്ചുകൊണ്ടിരുന്നാൽ മതി, വേറെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ എൻ്റെ പ്രശ്നം എന്ന് പറയണത്, നിങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ അനുഗ്രഹത്തിൻ്റെയൊക്കെ പ്രത്യേകത എന്താണ്. പ്രഭാഷകനിലൊക്കെ നമ്മൾ വായിക്കുന്നതല്ലേ, പ്രഭാഷകൻ അപ്പോൾ 33:17 പ്രഭാഷകൻ 33:17 എന്താ പറയണത്? കർത്താവ് എന്നെ അനുഗ്രഹിച്ചു. ഞാൻ കുറേ ബാക്കിലായിരുന്നു, കർത്താവ് എന്നെ അനുഗ്രഹിച്ചു, അതുകൊണ്ട് എന്ത് പറ്റി? ഞാൻ മുമ്പിലെത്തിയെന്ന്. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ ഈ സാക്ഷ്യം മുഴുവൻ പറയണത് കർത്താവിൻ്റെ വചനം അതല്ലേ. ഞാൻ കുറേ ബാക്കിലായിരുന്നു, എൻ്റെ റാങ്കിൽ ഞാൻ ബാക്കിലായിരുന്നു, എൻ്റെ മൊഡ്യൂൾസിൻ്റെ അകത്ത് ഞാൻ ബാക്കിലായിരുന്നു, എനിക്ക് സ്പീക്കിംഗ് കിട്ടിയില്ല, എനിക്ക് പറഞ്ഞിട്ട് ഒക്കണില്ല, എനിക്ക് ഭയങ്കര വിറയലാണ് പറയുമ്പോൾ, എനിക്ക് റീഡിങ് ശരിയാകുന്നില്ല, പറയുമ്പോൾ തപ്പിപ്പോകുന്നു, ഞാൻ ബാക്കിലാണ്. അനുഗ്രഹം നമ്മളെ മുമ്പിലാക്കും. ഒന്ന് പറഞ്ഞേ, അനുഗ്രഹം നമ്മളെ മുൻപിലാക്കും. അതാ സംഭവം. അപ്പം നീ പുറകിൽ കിടക്കുന്ന ആളാണെന്ന് വിചാരിച്ചോ, പഠിച്ചിട്ട് മനസ്സിലാവണില്ല, പരീക്ഷ വരുമ്പോൾ പെർപ്ലക്സ് ആകുന്ന പല കാര്യങ്ങൾ കൊണ്ട് സാമ്പത്തികമായിട്ട് നീ പുറകിലാണ് എന്ന് വിചാരിച്ചോ. അപ്പോഴേ ഏത് വിഷയമായാലും, ഇപ്പോൾ ഈ ചേച്ചിയുടെ വിഷയം എന്താണ്, അവർ ഉടമ്പടി എടുത്തു, പക്ഷേ വൈദ്യശാസ്ത്രം പറയണത് എന്താണ്, ഒരു ഓപ്പറേഷൻ ഉണ്ട് ഇതിന്, പക്ഷെ അത് EG ഓക്കെ ആകണം. പക്ഷേ EG ഓക്കെ ആയാൽ പിന്നെ ഓപ്പറേഷൻ്റെ ആവശ്യം പോലും ഉണ്ടാകത്തില്ല, ഇവൻ പിന്നെ ഒരിക്കലും വീഴത്തില്ലെന്ന് പറയും. പക്ഷേ EG ഓക്കെ ആകണില്ല. അപ്പം അത് കൊണ്ട് എന്ത് ചെയ്യും അവർ ഒരു ഷെയർ ചെയ്യും, ആ സമയത്ത് അവരുടെ കൂട്ടുകാരത്തി കൃപാസനത്തിൻ്റെ ഒരു ലിങ്ക് അയച്ചു കൊടുക്കും. അപ്പോൾ അവരത് ലിങ്ക് കണ്ടപ്പോൾ കുറേ സാക്ഷ്യങ്ങൾ, കാര്യം കോവിഡിൻ്റെ സമയം 500 ദിവസം അടച്ചിട്ട കാലത്ത് പോലും 1000 സാക്ഷ്യം നമ്മൾ അപ്പ് ചെയ്തിട്ടുണ്ട്. ചിന്തിച്ചിരിക്കുക, ഒരു ശുശ്രൂഷ ഇവിടെ ഇല്ല, സ്റ്റാഫ് എല്ലാ ദിവസവും ഉണ്ടാകുമായിരുന്നു. ഞങ്ങൾക്ക് സ്റ്റാഫിന് ശുശ്രൂഷകളുള്ള കാരണം, ഓൺലൈൻ ശുശ്രൂഷ ഒത്തിരിയുള്ള കാരണം എല്ലാ ദിവസവും സാക്ഷ്യം 65 ലക്ഷത്തോളം രൂപ ആ 2 കൊല്ലം ചിലവായിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഞാൻ കർത്താവിൻ്റെ ജോലി മുടങ്ങിയിട്ടില്ല, കർത്താവിൻ്റെ ശുശ്രൂഷ മുടങ്ങിയിട്ടില്ല. സ്വസ്ത്ര കാഴ്ചയെടുക്കാനില്ലല്ലോ, അതുകൊണ്ട് കടമായി പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പേടിച്ചിട്ട് കർത്താവിൻ്റെ വേല ചെയ്യാതിരുന്നിട്ടില്ല. അത് കാരണം എന്ത് ചെയ്ത് കർത്താവ് ഓൺലൈനായിട്ട് ഇൻ്റർനാഷണൽ എല്ലാവരും അനുഗ്രഹിച്ചവരെല്ലാവരും നമുക്ക് സാക്ഷ്യം അയച്ചു തന്നു ഓൺലൈനിൽ. അതായത് നമ്മളെപ്പോഴും ദൈവത്തെ പരീക്ഷിക്കരുത്, ദൈവം നമ്മളെ പരീക്ഷിക്കട്ടെ, നമ്മൾ ദൈവത്തെ പരീക്ഷിക്കരുത്. യു ഗോട്ട് ദ പോയിൻറ്റ്. ആൾക്കാർക്ക് എപ്പോഴും പിന്നിൽ പോകാനൊരു കാരണം അതാണ്. ദൈവത്തെ നമ്മളെ പരീക്ഷിക്കാം, പക്ഷേ ദൈവം നമ്മളെ പരീക്ഷിച്ചാൽ തീർച്ചയായിട്ടും ദൈവം നമ്മളെ ഉയർത്തും. നമ്മളെ ദൈവം പരീക്ഷിക്കണത് എന്തിനാണ്? ദൈവം നമ്മളെ ഉയർത്താൻ വേണ്ടിയാണ്. അത് അറിയണമെങ്കിലേ നമ്മുടെ ജൂഡിറ്റിൻ്റെ ലേഖനമില്ലേ, ജൂഡിറ്റിൻ്റെ പുസ്തകത്തിലെ 8-ാം അധ്യായം 27-ാമത്തെ വാക്യം, അവരുടെ ഹൃദയങ്ങളെ പരീക്ഷിച്ചതുപോലെ അവിടുന്ന് നമ്മെ അഗ്നിയിൽ പരീക്ഷിക്കുകയോ നമ്മോട് പ്രതികാരം ചെയ്യുകയോ ചെയ്തില്ല. തന്നോട് അടുപ്പമുള്ളവരെ അവിടുന്ന് പ്രഹരിക്കുന്നത് ശാസന എന്ന നിലയിലാണ്. അതാണ് വിഷയം. ദാറ്റ്സ് മൈ പോയിന്റ്. അപ്പോൾ നമുക്ക് ദൈവമായിട്ടൊരു അടുപ്പമുണ്ടെന്ന് വിചാരിച്ചോ, ദൈവത്തിൻ്റെ അടുപ്പെങ്കിലും നമുക്ക് ചില കഷ്ടപ്പാടൊക്കെ വരുന്നത്, അതെന്ന് പറയണത് എന്താ വെച്ചാൽ അത് നമ്മളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണ്. അത് അല്ലാതെ നമ്മളെ നശിപ്പിച്ച് കളയാൻ വേണ്ടിയല്ല. അത് നിങ്ങളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതായത് നീ വിശ്വാസി ആയിരിക്കുമ്പോഴും കർത്താവിൻ്റെ കൂടെ ജീവിക്കുമ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു പരീക്ഷണം വരുന്നതിൻ്റെ ഉദ്ദേശം നമ്മളെ ഉയർത്താൻ വേണ്ടിയാണ്, കറക്ഷന് വേണ്ടി. അത് കറക്ഷൻ തന്നെ നമ്മളെ ഉയർത്താൻ വേണ്ടിയാണ്. ഇത് ദൈവം എന്നും ഉപയോഗിക്കുന്ന ഒരു രീതിയാണ്. നമ്മൾ ഹെബ്രായറിൻ്റെ 12:6 വായിക്കുമ്പോഴല്ലേ, ഹെബ്രായർ 12:6 സ്തുതിക്കട്ടെ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്നേഹിക്കുന്നവന് കർത്താവ് ശിക്ഷണം നൽകുന്നു, കർത്താവ് ശിക്ഷണം നൽകുന്നു. മക്കളായി സ്വീകരിക്കുന്നവരെ, നിങ്ങളായിട്ട് പറഞ്ഞേ, മക്കളായി സ്വീകരിക്കുന്നവരെ പ്രഹരിക്കുകയും ചെയ്യുന്നു. മക്കളെ ശാസിക്കുന്നതിൻ്റെ ഉദ്ദേശം മക്കളെ വളർത്തുകയാണ്, അല്ലാതെ തളർത്തുകയല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇടറുണ്ടാകുമ്പോൾ കർത്താവ് എന്നെ വളർത്താൻ പോകുന്നു എന്നുള്ള ബോധം ഉണ്ടാകും നമുക്ക്. മനസ്സിലായില്ലേ? എന്തെങ്കിലും ഇടറുണ്ടാകുമ്പോൾ കർത്താവ് നമ്മളെ വളർത്താൻ പോകുന്നു എന്നുള്ള ഞാൻ ഇടയ്ക്ക് നിങ്ങളോട് പറയാറുണ്ട്. അതായത് നമ്മൾ കർത്താവിനോട് അടുത്ത് ജീവിക്കുമ്പോഴും ചിലപ്പോൾ ഇതുപോലുള്ള ശോധനകൾ വരാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ശേഷം പ്രൊമോഷൻ വരുമ്പോൾ അങ്ങനെ വരണത്. നമുക്ക് കർത്താവ് നമ്മളെ ലിഫ്റ്റ് ചെയ്യാൻ നേരത്താണ് ഇതുപോലെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വിശ്വാസത്തിൽ ഉറച്ചു നിന്നിട്ട് വിശ്വസ്തയോടെ കർത്താവ്, അത് ദൈവമായിട്ട് ജീവിക്കേണ്ട കുറേ രീതികളുണ്ട്. അതറിയാൻ പാടില്ല എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ നിങ്ങൾ പ്രാർത്ഥനയെ മുടക്കി പലതരത്തിലുള്ള വിഷമതകളിലേക്ക് ചെന്ന് കൂപ്പുകുത്തും. അങ്ങനെ ചെയ്യരുത്. വചനം കേൾക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്?
നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയാണ്. വചനം കേൾക്കുന്നത് എന്തിനാണ്? സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയാണ്. ഇപ്പോഴേ എന്നാ പറ്റിയിരിക്കണത്? ഇവർ ആ എപ്പിലെപ്സിയുള്ള അപസ്മാരം ബാധിച്ച കുഞ്ഞിനെയും കൊണ്ടുവന്ന് ഇവിടെ വന്ന് ഉടമ്പടി ചെയ്തു. അതിനുശേഷം അച്ഛനെ വന്ന് കണ്ടു. ഞാൻ ഈശോയുടെ കാര്യം കെട്ടി വീണ് കുഞ്ഞിന് വേണ്ടി മധ്യസ്ഥം വഹിച്ചു. അതിനുശേഷം കുഞ്ഞിൻ്റെ തലയെ കൊണ്ട് കൈവച്ചു. പിന്നീട് ഇവർ ബാംഗ്ലൂർ അവർ ഹോസ്പിറ്റലിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഈ വിഷയത്തിന് ഉടമ്പടിയോടുകൂടി EG നോർമലാവും. അപ്പോൾ ഡോക്ടർ പറയണത് ഇനി ഓപ്പറേഷൻ പോലും വേണ്ട, കുഞ്ഞാവൻ വീഴത്തില്ലെന്നാണ് പറയണത്. ഇത്രയും സ്പീഡാണ്. കൈയിടിച്ച് കർത്താൻ ശ്രദ്ധിക്കട്ടെ. ഇന്ന കാര്യമൊന്നുമില്ല. നിങ്ങൾ ദൈവത്തിൻ്റെ ദർശനം വരുമ്പോൾ നിങ്ങൾ പറയരുത് ഓ ഇത് ഹെവി ആണല്ലോ, എൻ്റെ കാര്യം ഭയങ്കര ഹെവിയാണ് എന്ന് പറയുമ്പോൾ നിൻ്റെ മനസ്സിലിരുന്നുണ്ട് പിശാച് പറയുന്നുണ്ട് ഇത് ദൈവത്തിന് പോലും ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ലെന്ന്. കാര്യം എന്താ? നിൻ്റെ ദൈവമാണ്, അല്ലാതെ ബൈബിളിൻ്റെ ദൈവമല്ല. 2 ദൈവങ്ങളുണ്ടല്ലോ, 2 ദൈവമുണ്ട്, അറിയാമല്ലോ. ഏകദൈവമല്ല, 2 ദൈവമുണ്ട്. ഒരു ദൈവം എന്ന് പറയുന്നത് ബൈബിളിലെ സത്യദൈവം, പിന്നെ നീ കൊണ്ടു നടക്കണം നിൻ്റെ ഉള്ളിലുള്ള കള്ളദൈവം. എന്താ കാര്യം? നീ കള്ളദൈവം എന്ന് പറയുന്ന പ്രശ്നം വെച്ചാൽ പല ആൾക്കാർക്ക് ഒരു പ്രശ്നം വന്നു. ഇപ്പോൾ 22 പ്രാവശ്യം 22 പേപ്പർ കിട്ടാറുണ്ട് BTECൻ്റെ. അപ്പോൾ അവൾ ഇവിടെ വന്ന് ആ കാൻഡിഡേറ്റ് അവൾക്ക് ഇനി പഠിക്കാൻ ഉദ്ദേശമില്ല, പേരൊന്നും പറയണില്ല, അതായത് അവർക്കിനി പഠിക്കാൻ ഉദ്ദേശമില്ല. കാര്യം എന്താണ്? പഠിത്തം അവരെ തോപ്പിച്ചിരിക്കുക. പഠിത്തം അവരെ തോപ്പിച്ചു. നമ്മളല്ലേ ശരിക്കും പറഞ്ഞാൽ പഠനത്തെ നമ്മളല്ലേ തോപ്പിക്കേണ്ടത്, നമ്മളല്ലേ ജയിക്കേണ്ടത്. തിരിച്ച് സംഭവിച്ചു. പഠിത്തം അവളെ തോപ്പിച്ചിരിക്കുക. എന്താ കാര്യം? അവർ പഠിക്കണ കാലത്ത് മുഴുവൻ ഹാരി പോട്ടറാണ് വായിച്ചുകൊണ്ടിരുന്നത്. ഹാരി പോട്ടറിൻ്റെ വിസ്മയകരമായ കുറേ തരം സാറ്റാനിക് അട്രാക്ഷനുള്ള കഥകളൊക്കെ കൊണ്ടുവന്നിട്ട് ഫിക്ഷൻസൊക്കെ കാരണം ആകപ്പാടെ ഇവളുടെ ബ്രെയിൻ മുഴുവൻ ഹൈജാക്കായിപ്പോയി. അതാണ് ഈ പ്രശ്നം. ഈ ബ്രെയിൻ ഹൈജാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ ഇടയ്ക്കൊക്കെ പഠിക്കുന്ന പിള്ളേരായാലും ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരായാലും തല കൈവച്ച് ഒന്ന് ഇടയ്ക്ക് വിശ്വാസപ്രമാണം ചെയ്യുന്നത് നല്ലതാണ്. തല കൈവച്ചിട്ടേ. കാര്യം ഇത് നമ്മളെ തോൽപ്പിക്കരുതല്ലോ. നമ്മൾ ജയിക്കാൻ ചെന്നിട്ട് അവിടുന്ന് തോറ്റു പോകണേ എങ്ങനെ ശരിയാണ്? ഇപ്പോൾ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഹാരി പോട്ടർ ജയിച്ച് അവൾ തോറ്റു, അവളുടെ ജീവിതം തോറ്റു. 22 പേപ്പർ കിട്ടാനുണ്ട്. BTECൻ്റെ 28 പേപ്പർ അതുകൊണ്ട് ഇനി അത് എഴുതിയെടുക്കാൻ പറ്റും. അവളുടെ സ്റ്റാമിന പോയി, കലിബർ പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ലടി, യേശുവാണ് കർത്താവ്. എന്താ യേശുവാണ് കർത്താവ് എന്ന് പറയാൻ കാര്യം എന്താണ്? അപ്പം നിങ്ങൾ ഓർക്കും യേശുവാണ് കർത്താവ്, എന്താ പ്രശ്നം? അതിന് പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? അതായത് 22 പേപ്പറിൻ്റെയും കർത്താവ് ആരാണ്? യേശുവാണ്. മനസ്സിലായില്ലേ? അപ്പോൾ യേശു കർത്താവാണെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്കൊരു ഉയർത്തെഴുന്നേൽപ്പ് ഉറപ്പാണ്. ഇപ്പോൾ 22 BTECൻ്റെ പേപ്പറാണ് അല്ലേ. അവളുടെ എൻ്റെ അടുത്ത് കുട്ടി വരുമ്പോഴേ അവൾക്ക് കല്യാണം പോലും കഴിക്കണമെന്നൊരു നിർബന്ധമില്ലാത്ത ആളാണ്. കാര്യം അതിൻ്റെ ഒരു സെൻസ് പോലും ഹൈജാക്ക് ചെയ്യപ്പെട്ട് വിവാഹം വേണ്ട, ജീവിതം തന്നെ എന്തിനാണെന്നുള്ള ഒരു ഭ്രാന്തമായ ഒരവസ്ഥയാണ്. ഇത് ഈ ലോകാരൂപി അല്ലെങ്കിൽ ദുഷ്ടാരൂപി വന്നു കഴിഞ്ഞാലേ, അതാണ് നിങ്ങൾ ഈ വായിക്കുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ സൈറ്റ് സന്ദർശിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം. പെട്ടെന്ന് ഈ ദുഷ്ടാരൂപി ഇങ്ങോട്ട് കയറി വരും. അതായത് ദുഷ്ടാരൂപി എന്ന് പറഞ്ഞാൽ എന്താണ്? യേശു കർത്താവാണെന്ന് ഏറ്റു പറയാൻ നമ്മളെ പ്രാപ്തമാക്കാത്ത എല്ലാ അരൂപിയും ദുഷ്ടാരൂപിയോ ലോകാരൂപിയാണ്. അതെപ്പോഴും ശ്രദ്ധിക്കണം. ദുഷ്ടാരൂപി ലോകാരൂപി എന്നല്ല പറയേണ്ടത്. യേശുവിന് എതിരായിട്ടുള്ള അന്തിക്രിസ്തുവാണ്, ആൻറ്റിക്രൈസ്റ്റാണ്. ആൻറ്റിക്രൈസ്റ്റ് ബൈബിളിൽ അന്ത്യകാലങ്ങൾ വരുന്നതാണ്. പക്ഷേ ആടെ അന്ത്യകാലമാണ്, നമ്മുടെ അന്ത്യകാലം. പറഞ്ഞാൽ മനസ്സിലായില്ലേ? ആൻറ്റിക്രൈസ്റ്റ് ബൈബിളിൽ അന്ത്യകാലങ്ങൾ വരുന്ന ആളാണ്. പക്ഷേ ആടെ അന്ത്യകാലമാണ്, നമ്മുടെ അന്ത്യകാലമാണ്. അതെപ്പോഴും ശ്രദ്ധിക്കണം. ക്രൈസ്റ്റിനെതിരായ അരൂപി എപ്പോൾ വന്നാലും, അതിൻ്റെ 16-ാം വയസ്സ് വന്നാലും അന്തിക്രിസ്തുവായി, നിൻ്റെ അന്ത്യമായി. ശ്രദ്ധിക്കട്ടെ. ആരാധന. ഹല്ലേലൂയ, രക്ഷകാ കർത്താവേ നാഥനേ യേശുവേ, രക്ഷകാ കർത്താവേ നാഥനേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ അതിനുശേഷം ഇവള് വിശ്വസിക്കാൻ തുടങ്ങി. എന്താണ് വിശ്വസിക്കാൻ തുടങ്ങിയത്? അന്തിക്രിസ്തുവിനെ, നിന്നെ ബാധിച്ചിരിക്കുന്ന എല്ലാവിധ ഡിപ്രഷൻസ്, അതുപോലെ തന്നെ ശരിയാവത്തില്ല, തോറ്റുപോകും, എനിക്കത് കിട്ടത്തില്ല, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ തരത്തിലുള്ള പിൻപിടുത്തങ്ങൾ
അതിനെ പ്രതിരോധിക്കണം എന്താണ്? വിശ്വാസമാണ്. അപ്പോൾ വിശ്വാസം നൽകാൻ വേണ്ടി എപ്പോഴും നീ നമുക്ക് എന്നാ സംഭവിച്ചിരിക്കണമെന്ന് അറിയാമോ? വിശ്വാസത്തിൻ്റെ മെയിൻ്റെനൻസ് ഇല്ല. അതാണ് കുഴപ്പം വന്നിരിക്കുന്നത്. ഇപ്പം നമ്മളൊരു കെട്ടിടം പണിത് കഴിയുമ്പോൾ നമ്മളെന്ത് ചെയ്യും? അതിനെ ആദ്യം പ്രൈമർ അടിക്കും, അല്ലേ? ഒരു തൂണാണെന്ന് വിചാരിച്ചോ, അതിന് പ്രൈമർ അടിക്കും, പിന്നെ പെയിൻ്റ് അടിക്കും. 2-3 കൊല്ലം കഴിയുമ്പോഴേ വീണ്ടും അത് ഫെയ്ഡ് ആവും. വീണ്ടും നമ്മൾ തന്നെ റിപ്പയറിങ് വല്ലതും ഉണ്ട്, റിപ്പയറിങ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ പെയിൻ്റ് അടിക്കും, ഫ്രഷ് ആക്കും. പക്ഷേ ഫെയ്ത്തിൽ ഈ ഒരു പ്രോസസ്സിങ് നടക്കണില്ല. യു ഗോട്ട് ദ പോയിൻറ്റ്? പിടിയോ? നമ്മുടെ വിശ്വാസത്തിൽ ഈ ഒരു പ്രോസസ്സിങ് നടക്കണില്ല. നമ്മൾ വിശ്വാസം കൊണ്ട് ഓരോ സമയത്ത് ഓരോ കാര്യങ്ങൾ കാണുന്നുവെന്നല്ലാതെ ആ വിശ്വാസം മെയിൻറ്റെയിൻ ചെയ്യുകയോ അത് പരിപോഷിപ്പിക്കുകയോ ചെയ്യുന്നില്ല. വിശ്വാസം മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് വചനം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വായിച്ചുകൊണ്ടിരിക്കണം. വിശ്വാസം മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ, വർദ്ധിപ്പിക്കണമെങ്കിൽ. പിന്നെന്താണ്? അമ്മയുടെ മാധ്യസ്ഥം കിട്ടണം. മാധ്യസ്ഥം കിട്ടിക്കഴിഞ്ഞാലുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു കൺഫ്യൂഷനിൽ ചാടിയാൽ മദർ ഹെൽപ്പ് ചെയ്യും നമ്മളെ. ഇപ്പോൾ എന്നാ പറ്റുക വെച്ചാൽ ഞാനിവിടെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, നീ 22 പേപ്പറും മദർ നിന്നെക്കൊണ്ട് എഴുതിച്ചെടുക്കും. അപ്പോൾ അത് പറഞ്ഞതിന് ശേഷം ഞാനിവൾക്ക് കൗൺസിലിംഗ് പ്രാർത്ഥന എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്താ ചെയ്ത്? അവൾ പ്രാർത്ഥനയുടെ ഫോർമാറ്റിലേക്ക് വന്നു. നിങ്ങളങ്ങനെ ചെയ്യേണ്ട കേട്ടോ. അതായത് നിങ്ങളും അതുപോലെ ചെയ്യേണ്ടത്. ജീവിതം ഇപ്പം നമുക്കുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ രാവിലെ ഒന്ന് സന്ധ്യക്കൊരു പ്രാർത്ഥന, ഞായറാഴ്ച കുർബാനയൊക്കെ ആയിട്ട് മിനിമം പരിപാടിയായിട്ട് പോവുകയല്ലേ. ചിലപ്പോൾ മിനിമം പരിപാടി കൊണ്ട് ചില സമയത്ത് ഇപ്പോൾ ഒരു രോഗിയാണെന്നുണ്ടെങ്കിൽ പഴയ സാധാരണ കഴിക്കണ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലൊന്നും ഏക്കത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് എക്സ്ട്രാ ആയിട്ടുള്ള പോഷകങ്ങൾ കൊടുക്കുന്നത് രോഗിക്ക്, അല്ലേ? കുറേയൊക്കെ ടോണിക് കൊടുക്കും, അല്ലെങ്കിൽ വേറെ ഓർലിക്സോ അതിലൊക്കെ വാങ്ങിച്ചു കൊടുക്കും. അതെന്താ കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തൽക്കാലത്തേക്ക് ഈ രോഗത്തിൻ്റെ പ്രതിരോധിക്കുകയും ചെയ്യണം, ശരീരം മെച്ചപ്പെടുകയും ചെയ്യണം. അതുകൊണ്ട് ആണ് നമ്മൾ അങ്ങനെ ചെയ്യണത്. അതുപോലെ തന്നെയാണ് ആത്മീയതയിലും അങ്ങനെ സംഭവിക്കുന്നത്. എന്തെങ്കിലും ഒരു വിശ്വാസത്തിനൊരു ക്ഷയം വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ബൂസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. ലോകത്തിൽ ഇന്ന് കിട്ടാവുന്ന ഏറ്റവും വലിയ ബൂസ്റ്റിംഗ് എന്ന് പറഞ്ഞ ഉടമ്പടിയാണ്. അതാണ് വിഷയം. ലോകത്തിൽ ഇന്ന് കിട്ടാവുന്ന ഏറ്റവും വലിയ ബൂസ്റ്റിംഗ് എന്താണ്? ഉടമ്പടിയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിയിലൂടെ അതൊരു ചെയ്യണ പ്രാർത്ഥനയല്ലേ. അത് ചെയ്യണ പ്രാർത്ഥനയായത് കാരണം ചൊല്ലുന്ന പ്രാർത്ഥനയേക്കാൾ ഇതിന് കപ്പാസിറ്റി കൂടുതലാണ്. ചൊല്ലുന്ന പ്രാർത്ഥനയെക്കാളും ഉടമ്പടിക്ക് ചെയ്യുന്ന പ്രാർത്ഥനയായത് കാരണം. അപ്പോൾ വെറുതെ ചെയ്യണ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ആലപ്പുഴ ഒരു ധ്യാന കേന്ദ്രത്തെ മാതാവ് പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് തന്നിട്ടുള്ള ഒരു ദൈവികമായ ഒരു പ്രോജക്റ്റിനേക്കാൾ ഉപരി അതിൽ തന്നെ ഒരു ദൈവസ്ഥാപനമുണ്ട്. മനുഷ്യസ്ഥാപനമല്ല ഉടമ്പടിക്കുള്ളത്. അതുകൊണ്ടാണ് ഇത്രയും ദൈവം അതിനെ ഓൺ ചെയ്യണ കാര്യം. അതാണ് ദൈവം അത് ഓൺ ചെയ്യണില്ലേ. ഉടമ്പടിയെ ഓൺ ചെയ്യണത് എന്താണ്? ദൈവം ഏറ്റെടുക്കണത് എന്താണ്? എൻ്റെ അതായത് ഓരോ ആൾക്കാരും ഉടമ്പടി സത്യസന്ധമായിട്ട് ചെയ്യുമ്പോൾ ദൈവം ഏറ്റെടുക്കാൻ കാര്യം ഇതിനകത്തൊരു ദൈവസ്ഥാപനമുണ്ട്. നോഹിൻ്റെ കാലം മുതൽ ദൈവം ഉടമ്പടി സ്ഥാപിക്കണതാണ്. അതിന് എബ്രഹാമായിട്ട് ചെയ്തു, ഉടമ്പടി ഇതാണ് ചെയ്തത്. അത് കഴിഞ്ഞ് മോസസുമായിട്ട് ചെയ്തു, ഉടമ്പടിയാണ് ചെയ്തത്. മോസസുമായിട്ട് ചെയ്ത ഉടമ്പടി മെയിൻറ്റെയിൻ ചെയ്തു പ്രവാചകന്മാരിലൂടെ, ന്യായാധിപന്മാരിലൂടെ. ദൈവം അത് നിലനിർത്തിക്കൊണ്ട് പോകുന്നു. തെറ്റിയവരെ തിരുത്തി, ഉടമ്പടിയെ എതിർത്തവരെ ദൈവം ആ രാജ്യത്തും തന്നെ മാറ്റി പിന്നെ തിരിച്ചു കൊണ്ടുവന്നില്ല. ഉടമ്പടിയുടെ അനുഗ്രഹങ്ങളെ എടുത്തു മാറ്റി. അതുകൊണ്ടാണ് പറയണത് അതായത് ഉടമ്പടി ദൈവം ആ ഉടമ്പടിയെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 കാര്യങ്ങൾ സംഭവിക്കും. ഉടമ്പടി നമ്മൾ എടുത്തത് കൊണ്ട് മാത്രം കാര്യമായില്ല. എന്താ പറയണത്? ഉടമ്പടിയെ ദൈവം ഓൺ ചെയ്യണം. അതാണ് ഇതിൻ്റെ മെയിൻ സംഭവം. അതിന് ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും ഒരു 50-50 മാർക്കാണ്. ഉടമ്പടി എടുക്കുന്നത് 50 പോയിൻ്റ്. പിന്നെന്താണ്? നിങ്ങളെടുക്കുന്ന ഉടമ്പടിയെ ദൈവം എന്ത് ചെയ്യണം? ഓൺ ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റെടുക്കണം. മനസ്സിലായില്ലേ? ഉടമ്പടി ദൈവം ഏറ്റെടുക്കണ്ടേ? ചെയ്തിട്ട് പോയിട്ട് കാര്യമുണ്ടോ? അപ്പോൾ അതൊന്ന് പ്രാർത്ഥിച്ചേ. കർത്താവായ ദൈവമേ, ഞാൻ ചെയ്യുന്ന ഉടമ്പടി, ഞാൻ ചെയ്ത ഉടമ്പടി, പുതുക്കിയ ഉടമ്പടി അങ്ങ് ഏറ്റെടുക്കുന്നതിനായി അമ്മയെ പ്രത്യക്ഷീകരണ മാതാവേ, കൃപാസനം മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഞങ്ങളെല്ലാവരെയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളാക്കി ഉയർത്തണമേ. കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദവരമാതാവേ,
സ്വർഗീയ പൊൻമലരേ, കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദവരമാതാവേ, ആവേ 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 മരിയ, 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 ആവേ 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 മരിയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ 50 പോയിൻ്റാണ്. ഉടമ്പടി എടുക്കുന്നതിന് 50 പോയിൻ്റ് കിട്ടും നിങ്ങൾക്ക്. പക്ഷേ ഉടമ്പടി സ്ഥിരീകരിക്കുന്നത് നമ്മുടെ കയ്യിലില്ല. അടുത്ത പോയിൻ്റ്, അത് കർത്താവാണ് ഉടമ്പടി ഓൺ ചെയ്യേണ്ടത്. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കർത്താവ് ഉടമ്പടി ഓൺ ചെയ്യുമ്പോഴാണ് അതിന് സ്ഥിരീകരണം ലഭിക്കുന്നത്. എന്താ അങ്ങനെ പറയാൻ കാര്യം വെച്ചാൽ, നിങ്ങളുടെ കൂടെ കർത്താവ് പ്രവർത്തിക്കണ്ടേ? നിങ്ങളുടെ കൂടെ കർത്താവ് പ്രവർത്തിച്ചാലേ ഉടമ്പടി സ്ഥിരീകരിക്കപ്പെടത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ മർക്കോസിൻ്റെ സുവിശേഷമില്ലേ, മർക്കോസ് 16:20 ഒന്ന് വായിച്ചോളൂ. അവരെല്ലായിടത്തും പോയി പ്രസംഗിച്ചു. കർത്താവ് അവരോടുകൂടെ പ്രവർത്തിക്കുകയും that is the point. കർത്താവ് അവരോടുകൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഉടമ്പടി സ്ഥിരീകരിക്കണം. അതിനെന്ത് ചെയ്യണം? കർത്താവ് നിങ്ങളുടെ കൂടെ പ്രവർത്തിക്കണം. അതാണ് വിഷയം. അത് സീരിയസ് വിഷയമാണ്. കർത്താവ് നിങ്ങളുടെ കൂടെ പ്രവർത്തിക്കണം. ഒന്ന് പ്രാർത്ഥിച്ച, കർത്താവേ ഉടമ്പടി എടുത്ത എൻ്റെ കൂടെ അങ്ങ് പ്രവർത്തിക്കാൻ വേണ്ടി മാത്രം എന്നെ യോഗ്യമാക്കണമേ. ഈ യോഗ്യത എന്ന് പറയുന്ന സംഭവം അല്ലേ, അതിന് രണ്ട് കണക്ഷൻസ് ഉണ്ട്. ഒന്ന് ഫെയ്ത്ത് ഉണ്ട്, രണ്ടാമത്തെ എന്തുണ്ട്? ഫിഡലിറ്റി ഉണ്ട്. ഈ രണ്ട് യോഗ്യതയാണ് ഇത് നമ്മുടെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്നത്. ക്ലെയിം ആൻഡ് കപ്പാസിറ്റി ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. യോഗ്യത എന്ന് പറയുന്നതാണ്. ഇപ്പോൾ നമുക്ക് കർത്താവ് നമ്മുടെ കൂടെ പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള യോഗ്യത, അതിലൊന്നെന്താണ്? ഫെയ്ത്താണ്. ജിസ്മി എന്ന് പറഞ്ഞൊരു മോള് പാലാരൂപത രാമപുരത്ത് കരുത്തിയ ഇടവക, രാമപുരം ഇടവ, മൽപ്പാൻ്റെ ഇടവകയാണ്. അപ്പോൾ ജിസ്മിയുടെ സാക്ഷി എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ജിസ്മിയുടെ സാക്ഷി എന്ന് പറയുന്നത്, അവൾ ഇവിടെ വന്നു ഉടമ്പടി എടുത്തിട്ട് പറഞ്ഞു, അമ്മേ OITയുടെ റിസൾട്ട് വരാൻ പോകുന്നു, ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്, ഞാൻ എടുത്ത ഉടനെ റിസൾട്ട് വന്ന ഉടനെ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുന്നത്. അപ്പോൾ ജിസ്മിയുടെ അതാണ് അമ്മയുമായിട്ടുള്ള അതാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. ഈ OITയുടെ റിസൾട്ട് വരാൻ പോകുന്നു, റിസൾട്ട് വന്ന ഉടനെ ഞാൻ വന്ന് അമ്മയെടുത്ത് സാക്ഷ്യം പറയുമെന്ന് പറഞ്ഞു. അത് അത്രയും വിശ്വസിക്കുകയാണ് അതിൻ്റെ അകത്ത്. അതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഉടമ്പടി എടുത്തിട്ട് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പ്രൊഫഷണൽസിനെ എല്ലാം കാണും. പ്രൊഫഷണൽസ് BEd BTech അതുപോലെയുള്ള എല്ലാവരും MBBS അങ്ങനെയുള്ള എല്ലാവരെയും കാണും, പ്രൊഫഷണൽസിനെ കാണും, അന്ന് തന്നെ കാണും. പ്രത്യേകിച്ച് പരീക്ഷ ഇരിക്കുന്നവരെ, പരീക്ഷയാണെന്ന് പറഞ്ഞ് കിട്ടാൽ മതി. അതിൻ്റെ പേപ്പർ ഒന്ന് ഓഫീസിൽ കാണിച്ചാൽ, ഉടമ്പടി എടുത്തിട്ട് ആ ഒരു പേപ്പർ ഒന്ന് കാണിച്ചാൽ മതി. കാര്യം അവർക്കൊരു ബ്ലെസ്സിങ് ഉടനെ കൊടുക്കും. എന്താ കാര്യം എന്നറിയാമോ? എനിക്ക് അവർക്കതിനെക്കുറിച്ച് അത്രയും തിട്ടമില്ലെങ്കിൽ എനിക്കറിയാം. ഒരു ബ്ലെസ്സിങ് അതിങ്ങനെ കിട്ടുകയാണെങ്കിൽ ആ ഒരൊറ്റ വിഷയം കൊണ്ട് അവർ കയറിപ്പോവും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അവർ രക്ഷപ്പെട്ട്, അവർ പ്രൊഫഷണൽസ് അല്ലേ, അവർ രക്ഷപ്പെടുകയാണെങ്കിൽ അവരുടെ കുടുംബം രക്ഷപ്പെടും, അവരുടെ കല്യാണം കഴിച്ച് വിടുന്ന കുടുംബം രക്ഷപ്പെടും. പക്ഷെ അങ്ങനെ രക്ഷപ്പെടുത്തണം കേട്ടോ, മനസ്സിലായില്ലേ? അങ്ങനെ ഒരു ബോധം ഉണ്ടാകണം. കാര്യം നിങ്ങളെ ഇവിടം വരെ എത്തിച്ചതിൽ ചിലപ്പോൾ നിങ്ങളുടെ ആങ്ങളുടെ പഠിത്തം മുട്ടിക്കാണും ചിലപ്പോഴേ. ചിലപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് കാരണം പറയാം, ഞാൻ പഠിച്ചിട്ടല്ലേ, അവൻ പഠിക്കാതിരുന്നിട്ടല്ലേ എന്ന് പറഞ്ഞ്. ഇതൊന്നും കർത്താവിൻ്റെ അടുത്ത് വില പോകത്തില്ലേ? നമുക്കിങ്ങനെ വീട്ടിൽ പറഞ്ഞ് തർക്കിക്കാവുന്നല്ലാതെ അതെന്ത് ശരിയാ? എന്നിട്ട് അവൻ പഠിക്കാഞ്ഞിട്ടല്ലേ ഞാൻ പഠിച്ചിട്ടല്ലേ എന്ന് നിങ്ങൾക്ക് പറയാം. അത് അമ്മയുടെ അടുക്കളയിൽ പറയാവുന്നല്ലാതെ കർത്താവിൻ്റെ അടുത്ത് പറയാൻ പറ്റത്തില്ല. അവൻ കൂടി പഠിക്കേണ്ട കാശ് എടുത്തായിരിക്കും ചിലപ്പോൾ നിങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളെ കെട്ടിച്ചു വിട്ടാൽ പോലും നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. ചേട്ടനോടും അനിയത്തിയോടും ഒക്കെ ബാധ്യതയുണ്ട്, അച്ചയെടുത്തിയോടൊക്കെ ബാധ്യതയുണ്ട്, ഇല്ലേ? അതുപോലെ തന്നെ കല്യാണം കഴിച്ച് ചിലയുടെ വീട്ടിലാണ്, അവിടെയൊക്കെ കടങ്ങളുണ്ടാകും. അതും എനിക്കറിയേണ്ട ആവശ്യമില്ല. ഞാൻ 50 കൊണ്ട് വന്ന ആളാണ്. ഇതൊക്കെ അടുക്കളയിൽ പറയാം, ദൈവത്തിനോട് പറയാൻ പറ്റത്തില്ല. നമ്മളൊക്കെ പ്രശ്നം എന്താ പറയുക, പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞ് ജയിക്കുന്നു. ആരാണ് ജയിക്കുന്നത്? ദൈവത്തോട് ജയിക്കാൻ പറ്റത്തില്ല. കാര്യം നമ്മളുടെ
നമ്മളുടെ ലൈഫ് തന്നെ ദൈവം തന്നൊരു ദാനമാണ്. പിന്നെ നീ എന്താണ് നിൻ്റെതായിട്ട് പറയാൻ പോണത്? നിനക്ക് ബുദ്ധിയുണ്ടോ? ശരി, അത് കർത്താവ് തന്നതല്ലേ. ബുദ്ധിയുണ്ടോ? അത് കർത്താവ് തന്നതല്ലേ. സാഹചര്യമുണ്ടോ? അത് കർത്താവ് തന്നതല്ലേ. തരാത്തതായിട്ട് എന്താ ഉള്ളത്? അപ്പം അതുകൊണ്ട് നിങ്ങളിങ്ങനെയുള്ള വാഗ്വാദങ്ങളും തർക്കങ്ങളും മനുഷ്യനെ തോപ്പിക്കാൻ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിരുസന്നിധിയിൽ കെട്ടിയെഴുന്നള്ളിക്കുകയോ വിളമ്പുകയോ ചെയ്യരുത്. നിങ്ങളവർക്ക് അച്ഛൻ പ്രൊഫഷൻസിനെ കാണത്തുള്ളൂ നല്ല കേട്ടോ. രോഗികളെല്ലാവരും കാണാം, സീരിയസ് രോഗികളെല്ലാവരെയും കാണാം, കടം കയറി വിഷമിക്ക് നട്ടം തിരിയുന്നവരെ കാണും, ജപ്തി നടപടി നേടിയവരെ നേരിടുന്ന കാര്യം. ദാറ്റ് മീൻസ് എമർജൻസി ആയിട്ടുള്ള എല്ലാവരെയും കാണും. മുമ്പിൽ ടൈം ഉണ്ടാകരുത്. മുമ്പിൽ ടൈം ഇല്ലാത്ത എല്ലാവരെയും ഉടമ്പടി എടുക്കുമ്പോൾ കാണും, ഉടമ്പടി പുതുക്കുമ്പോൾ കാണും. പക്ഷേ നിങ്ങളുടെ പേപ്പർ ഓക്കെ ആയിരിക്കണം. കർത്താവിൻ്റെ തിരുസന്നിധി നിങ്ങൾ ചെയ്ത ഉടമ്പടി പ്രകാരമാണ് നിങ്ങൾ ജീവിക്കുന്നതെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് വരണം. അല്ല കാര്യം കാണാൻ വേണ്ടി വയറ്റിപ്പഴപ്പ് ക്രിസ്ത്യാനി വന്ന മിക്കവാറും ഓഫീസ് ചീട്ട് കിട്ടാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഉടമ്പടി എടുത്തവർ അതനുസരിച്ച് ജീവിക്കുകയും അതനുസരിച്ച് ദൈവത്തോട് ചെയ്ത വാഗ്ദാനം നിറവേറ്റുകയും ചെയ്യണം. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ദൈവത്തോട് ചെയ്ത വാഗ്ദാനം വിശ്വാസത്തോടെ നിറവേറ്റാൻ എനിക്ക് സുവിശേഷത്തിന്റെ പ്രേക്ഷിത ചൈതന്യം നൽകണമേ. നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് പ്രൈമറി ഇൻസ്റ്റാൾമെന്റ് എന്ന് വേണേൽ പറയാം. ഉടമ്പടിയുടെ പ്രൈമറി ഇൻസ്റ്റാൾമെന്റ് ഉണ്ട്, സെക്കൻഡറി ഇൻസ്റ്റാൾമെന്റ് ഉണ്ട്. പ്രൈമറി ഇൻസ്റ്റാൾമെന്റ് ഫെയ്ത്താണ്. ഈ ജിസ്മിക്ക് ഭയങ്കര ഫെയ്ത്താണ്. എനിക്ക് തോന്നുന്നത് അവൾ ഉടമ്പടി എടുക്കുമ്പോഴാണ് അതായത് ഈ OITക്ക് വേണ്ടിയാണ് ഉടമ്പടി എടുത്തതെന്ന് തോന്നുന്നത്. എടുത്തതിന് ശേഷം അവൾ അമ്മയോട് പറഞ്ഞ കാര്യം ഇതാണ്, റിസൾട്ട് വരിക, ഞാൻ ജയിക്കും, പിറ്റേ ദിവസം ഞാൻ വന്ന് സാക്ഷ്യം പറയുമെന്ന് പറയും. അവൾ അങ്ങനെ ജയിച്ചു. അവൾ ചോദിച്ചു, മാതാവിനോട് ചോദിച്ചത് എനിക്ക് UK പോകാൻ ഇഷ്ടമില്ല എന്നാണ് പറഞ്ഞത്. എന്തോ അവളുടെ പ്രൈവറ്റ് റീസൺസാണ്. അതുകൊണ്ട് എനിക്ക് അയർലൻഡിൻ്റെ സ്കോർ വേണമെന്നാണ് പറഞ്ഞത്. നമുക്ക് ദൈവത്തോട് ചോദിക്കാം, നിങ്ങൾ അറക്കരുത്. വിശ്വാസമുള്ള അറക്കേണ്ട കാര്യം എന്താ? കർത്താവ് നമ്മൾ പറഞ്ഞിട്ടില്ലേ, മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ തരുമോ? ഇല്ലേ? മുട്ട ചോദിച്ചാൽ പകരം തേളിനെ നൽകുമോ? അപ്പം ചോദിച്ചാൽ പകരം കല്ല് നൽകുമോ? നിങ്ങളിൽ ഏതൊരു പിതാവാണ് മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുക? 11:11 വായിച്ചോളൂ. നിങ്ങളിൽ ഏതൊരു പിതാവാണ് മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ നൽകുന്നത്? അപ്പോൾ ഈശോ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്? നമ്മൾ എന്താണ് ചോദിക്കുന്നത് അത് നിനക്ക് ന്യായമായിട്ടോ ആവശ്യമാണെങ്കിൽ ദൈവം അത് നിനക്ക് ചെയ്തു തരും. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അത് പക്ഷേ കട്ടൻറ്റ് ഫെയ്ത്ത് നമുക്കുണ്ടാകണം. ജിസ്മി ആ ടൈപ്പ് ഫെയ്ത്താണ്. എന്താ ഫെയ്ത്ത്? ആ ടൈപ്പ് ഫെയ്ത്ത് വെച്ചാൽ ഈ ഒരു വിഷയം മാത്രമല്ല അവൾ പറഞ്ഞത് ഇതിനിടയ്ക്ക് അവളുടെ അമ്മയ്ക്ക് പോയി ഭയങ്കരമായ ഈ മുട്ടുവേദന, അരക്കെട്ട് മുട്ടുമൊക്കെയുടെ വേദനയാണ്, അനങ്ങാൻ പാടില്ല. ഒരു ചെറിയ കടയുണ്ട്, അത് അവിടെ വീടിൻ്റെ കുറേ അകലെയാണ്, അതിന് ബസ്സിന് പോകണം. ബസ്സിൽ കയറാൻ അമ്മയ്ക്ക് പാടില്ല. അത് പിന്നെ കടയിൽ പോകണമെന്ന് കേൾക്കുമ്പോഴത്തേൻ്റെ കുരിശുമരണമാണ്. എന്താ കാരണം? പോകണമല്ലോ, ബസ്സിൽ കയറണമല്ലോ, ഇറങ്ങണമല്ലോ, പിന്നെ കുറേ നേരം കിടന്നാൽ മാത്രമേ ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ. വല്ലാത്ത വേദനയാണ്, കൊളുത്തിപ്പിടുത്തവും വാദമായിരിക്കും ചിലപ്പോൾ. അപ്പോഴും ജിസ്മി എന്താ പറയണത് വെച്ചാൽ അമ്മയോട് പറഞ്ഞു, അമ്മേ ആ ഉടമ്പടി തൈലം പുരട്ടിയാൽ മതി. അച്ഛൻ പറഞ്ഞിരിക്കുന്നത് പെട്ടെന്ന് പരിശുദ്ധ അമ്മ പ്രവർത്തിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ് പറഞ്ഞിരിക്കുന്നത്? ഉടനെ അമ്മ ഞാൻ പുരട്ടിയിട്ടുണ്ടെന്ന് പറയും. എന്നിട്ട് വേറെ അറിയാം എന്ന് ചോദിക്കും. ഇല്ല, അമ്മ പുരട്ടിയതല്ലേ ഉള്ളൂ. അങ്ങനെയല്ല, അത് തർക്കിക്കണത് എന്താണ്? അങ്ങനെയല്ല, പുരട്ടിയ അപ്പം തന്നെ മാറുമെന്നാണ് അച്ഛൻ പറഞ്ഞതെന്ന് പറയും. എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിഷയം അവരുടെ ഫെയ്ത്ത് റേഞ്ചാണ് എൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്. എന്നിട്ട് അവരിങ്ങോട്ട് സാക്ഷ്യം പറയാൻ പോകുന്നു. അമ്മ ഉടനെ ഇത് പുരട്ടിയിട്ട് കടയിൽ പോയി. അപ്പോൾ ഇന്നലെ സാക്ഷ്യം പറയാൻ 5 മിനിറ്റ് അമ്മ വിളിച്ച്, മകളെ ഇതെന്തൊരു അത്ഭുതമാണ്, നീ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ ഓക്കെ ആയി, വേദനയെല്ലാം മാറി, ഇതുപോലെ ഒരിക്കലും ഇങ്ങനെ വന്നിട്ടില്ല. നമ്മുടെ ഫെയ്ത്താണ് ആദ്യം. പക്ഷേ ഉടമ്പടി ഫെയ്ത്ത് കൊണ്ട് നിൽക്കത്തില്ല കേട്ടോ. ഉടമ്പടിയുടെ സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ഒരു 25,000 രൂപയാണെങ്കിൽ സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് 75,000 രൂപയാണ്, അല്ലെങ്കിൽ 50,000 രൂപയാണ്. എന്താണത്? ഫിഡലിറ്റിയാണ്. ഫിഡലിറ്റി എന്ന് പറയുന്നത് എന്താണ്? വിശ്വസ്തതയാണ്. കാര്യം ഉടമ്പടി ചെയ്യണ പ്രാർത്ഥനയാണല്ലോ, ചെല്ലണ പ്രാർത്ഥനയല്ല. ഇപ്പം എബ്രാഹത്തിനോട് എന്താ പറയണത്? എബ്രാഹത്തിനോട് ദൈവം പറഞ്ഞത് എന്താണ്? നീ വിഷമിക്കണ്ട, മക്കളില്ലാണ്ട കാര്യത്തിൽ വിഷമിക്കണ്ട, ആരും കൂടെ പോകുന്നില്ല എന്ന് വെച്ചാൽ വിഷമിക്കണ്ട, ലോത്തിനെ പോലെ ഒരു ചക്കപ്പോത്താണ് കൂടെ വന്നിരിക്കണമെന്ന് ഓർത്ത് വിഷമിക്കണ്ട, അവൻ്റെ ദാസന്മാർ നിന്നെ നാളെ കയ്യേറ്റം ചെയ്യുമെന്ന് വിചാരിച്ചുകൊണ്ട് നിൻ്റെ മക്കളില്ലാത്ത നിൻ്റെ വസ്തുവെല്ലാം അവൻ കയ്യേറ്റം ചെയ്ത് സ്വന്തമാക്കുമെന്ന് ഓർത്ത് വിഷമിക്കണ്ട, നിനക്ക് ഞാനൊരു സേഫ് സെക്യൂറായിട്ടൊരു പ്ലേസ് തരും എന്നല്ലേ. നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നവും ഈ ആദ്യം അനുഭവിച്ച ആളാരാണ്? എബ്രാഹമാണ്. എബ്രാഹത്തിനോട് എന്താ പറയണത്? നീ വിഷമിക്കണ്ട, വീട്ടിൽ നിന്ന് പോകുന്നത് വിചാരിച്ചുകൊണ്ട്
വിഷമിക്കേണ്ട. സ്വന്തപ്പെട്ടൊരു ഈ ഇഷ്ടപ്പെട്ടവരെയൊക്കെ മാറ്റിക്കൊണ്ട് വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് പോകുന്നെന്ന് വിചാരിച്ചിട്ട് വിഷമിക്കേണ്ട. മക്കളില്ലാഞ്ഞതുകൊണ്ട് വിഷമിക്കേണ്ട. നിൻ്റെ വസ്തുവൊക്കെ അവസാനം ലോകത്ത് കൈയേറി എടുക്കുമെന്ന് ഓർത്തുകൊണ്ട് വിഷമിക്കേണ്ട. ഒന്നിനും നീ വിഷമിക്കേണ്ട. ഒന്നിനും നീ വിഷമിക്കേണ്ടെന്ന് പറയാനാണ് ദൈവം ഉടമ്പടി ഉണ്ടാക്കിയത്. യു ഗോട്ട് ദ പോയിന്റ്. പിടിയോ? എബ്രഹാമായിട്ടല്ലേ ഉടമ്പടി ചെയ്തത്? കറക്റ്റ് ഉടമ്പടി, വാക്കാൽ ഉടമ്പടിയാണത്. ഒന്നിനും നീ വിഷമിക്കേണ്ട എന്ന് പറയാനാണ് ദൈവം ഉടമ്പടി കണ്ടുപിടിച്ചത്, ദൈവം ഉണ്ടാക്കിയത്. എന്താ പറഞ്ഞത്? നിന്നോട് ഞാൻ ഒരു കാര്യം മാത്രം പറയാം. ഞാൻ നിനക്ക് മക്കളെ തരും, ഞാൻ നിനക്ക് പാർക്കാൻ ഇടം തരും, ഞാൻ നിനക്ക് ജീവിക്കാനായിട്ടുള്ള എല്ലാ ഭൗതിക സാഹചര്യങ്ങളും നിനക്ക് തരും. പക്ഷെ ഒറ്റ കാര്യം, നീ എൻ്റെ മുമ്പാകെ തന്നെ ഉണ്ടാകണം. അത്രയേ ഉള്ളൂ ഉടമ്പടിയുടെ പ്രശ്നം. നീ കുറ്റമറ്റവനായിരിക്കണം, എൻ്റെ മുമ്പാകെ നടക്കണം, കുറ്റമറ്റവനായി. ഉടമ്പടി എത്രയേ പറയുന്നുള്ളൂ. ഉടമ്പടിയിൽ ഇപ്പം മരിയൻ ഉടമ്പടി വന്ന് നമ്മൾ നിൽക്കുമ്പോഴും മരിയൻ ഉടമ്പടിയുടെയും ബേസ്മെൻ്റ് എന്താണ്? കർത്താവിൻ്റെ മുമ്പിൽ തന്നെ ഉണ്ടാകണം. ചില സമയത്ത് ഈ കർത്താവിൻ്റെ മുമ്പിൽ നിന്ന് നമ്മൾ മാറിപ്പോണതാണ് ഉടമ്പടി ലാഗ് ചെയ്യാൻ കാരണം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മാൾക്ക് വേണ്ടി കോളേജിൽ എന്തോ ഒരു UGCയുടെ എന്തൊക്കെ ടെസ്റ്റാണ്. അപ്പം അതിനു വേണ്ടി അവൾക്ക് നെറ്റ് കിട്ടണം. നെറ്റ് കിട്ടാൻ വേണ്ടിയുള്ള ഒരു പേപ്പറെ കൊണ്ടുവന്ന് എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുകയാണ്. ഉടമ്പടി എടുത്ത് കഴിഞ്ഞതിന് ശേഷം വന്ന് പുതുക്കിയതിന് ശേഷം കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴേ ഞാൻ അവളോട് ചോദിച്ചു, ഉടമ്പടി ഇടക്ക് മുടക്കിയല്ലേ എന്ന് ചോദിച്ചു. അപ്പോഴവളെന്ന് പറഞ്ഞു, അച്ഛാ 2 ആഴ്ച ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഇതാണ് വിഷയം. ഇതാണ് ഫിഡലിറ്റി പോയിൻ്റ് എന്ന് പറയുന്നത്. ഉടമ്പടി എടുത്തു, പക്ഷേ 2 ആഴ്ചയോളം ഭംഗിയായിട്ട് ചെയ്തു. പിന്നെ എത്ര 90 ദിവസമല്ലേ? 90 ദിവസത്തിനുള്ളിൽ പിന്നീട് അവർക്ക് പ്രത്യക്ഷീകരണ പ്രാർത്ഥന മുടങ്ങിയിട്ടുണ്ട്. അതുപോലെ രോഗികളെ സന്ദർശനം മുടങ്ങിയിട്ടുണ്ട്. രോഗികൾ വസ്ത്രമില്ലാതെ വസ്ത്രം കൊടുക്കാനുള്ള പദ്ധതി മുടങ്ങിയിട്ടുണ്ട്. ആകെപ്പാടെ അറിയാവുന്നത് ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന മാത്രമാണ്. ചില ആൾക്കാർ അങ്ങനെ ധരിച്ചിട്ടുണ്ട്. ഉടമ്പടി എന്ന് പറയുന്നത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നാൽ മേലോട്ട് വരക്കേണ്ടി വരും മിക്കവാറും. കാര്യം ഉടമ്പടി എന്ന് പറയുന്നത് ചൊല്ലണ പ്രാർത്ഥനയല്ല, ചെയ്യണ പ്രാർത്ഥനയാണ്. അത് കൃത്യമായിട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും. പിന്നെ നമ്മളുടെ കോർട്ടിൽ നിന്ന് ആ ബോൾ പോയി. പിന്നെന്താണ്? അവൻ പറയണത് പോലെ ചെയ്യുകയല്ലേ നമ്മൾ ചെയ്യണത്. ഈശോ പറയണത് പോലെ ചെയ്യാവുന്ന, അതെല്ലാം മരിയൻ ഉടമ്പടി എന്ന് പറയണത്. അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോൾ എൻ്റെ സമയം ഇനി സമാഗതമായല്ലോ എന്ന് ഈശോ തിരിച്ച് പറയുമ്പോൾ അതിനെ കൗൺട്രാക്ട് ചെയ്യാൻ വേണ്ടി പരിശുദ്ധാത്മ നൽകിയ ജ്ഞാനപരമാണ് അവൻ പറയണ പോലെ ചെയ്യാൻ, ഈശോ പറഞ്ഞ പോലെ ജീവിക്കാൻ. ഈശോ പറഞ്ഞ പോലെ ജീവിച്ചോളാവുന്നല്ലേ മാതാവിനെ മധ്യസ്ഥയാക്കിക്കൊണ്ട് നമ്മൾ ഇവിടെ ഉടമ്പടി ചെയ്യണത്. അങ്ങനെ കൃത്യമായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവർക്ക് കൃത്യമായ ഫലമാണ്. ഞാൻ പറഞ്ഞില്ലേ ആദ്യത്തെ മോളുടെ കാര്യം എന്താണ്? അവിടെ 22 ബിടെക്കിൻ്റെ പേപ്പർ എഴുതിയെടുത്തു. 16 എഴുതിയപ്പോൾ തന്നെ അവർക്ക് കല്യാണമായി. കെട്ടത്തേയില്ല എന്ന് പുരുഷവിരോധം കൊണ്ട് നടക്കുന്ന പാർട്ടിയായിരുന്നു, പുരുഷവിരോധം കൊണ്ട് നടക്കുന്ന ആളായിരുന്നു. കാര്യം അവൾക്ക് തന്നെ പുരുഷന്മാരുടെ സ്വഭാവമാണ്, പിന്നെ എങ്ങനെ പുരുഷവിരോധം ഉണ്ടായിരിക്കണത്? എന്നിട്ട് അവളുടെ മനസ്സ് ഈശോ മാറ്റിക്കൊടുത്തു, കല്യാണം കഴിപ്പിച്ചു കഴിഞ്ഞിട്ട് അവൻ വന്ന് എന്നോട് പറഞ്ഞു, അവൻ വന്ന്, അച്ഛാ ഇനി ഞങ്ങൾക്ക് 6 2 4 2 6 പേപ്പർ കിട്ടാനുണ്ട്. അപ്പോൾ ഇനി എഴുതിയെടുക്കാൻ പോവുകയാണിത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇനി കുട്ടികളും കാര്യങ്ങളൊക്കെ പിന്നെ ഈ പേപ്പർ എഴുതിയെടുത്തിട്ട് മാത്രമേ ബാക്കിയുള്ള ബാധ്യത ഏറ്റെടുക്കത്തുള്ളൂ എന്ന് അവൻ എന്നോട് പറഞ്ഞ്. അത് തന്നെ സംഭവം. ഒരു കൊല്ലം കൊണ്ട് ആ പേപ്പറെല്ലാം എഴുതിയെടുത്തു. അപ്പോൾ എപ്പോഴും നീ ശ്രദ്ധിക്കേണ്ട വിഷയം ഇതാണ്, ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ നിൻ്റെ കലിബറിലല്ല അത് വർക്ക് ചെയ്യണത്, ദൈവത്തിൻ്റെ കൃപയാണ്. ദൈവത്തിൻ്റെ കൃപയിലാണ് അത് വർക്ക് ചെയ്യണത്. ദൈവത്തിൻ്റെ മെരിറ്റിലാണ്, ദൈവത്തിൻ്റെ ഗ്രേസിലാണ് അത് വർക്ക് ചെയ്യണത്. അപ്പോൾ നമ്മൾ ഓർക്കണത് ഉടമ്പടി വർക്ക് ചെയ്യണത് നോട്ട് ബൈ മെരിറ്റ്. Ephesians 2:8 അതിൻ്റെ ഫണ്ടമെൻ്റൽ വേർഡാണത്. നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രേസ്. നമ്മുടെ മെരിറ്റ് അല്ല അവിടുത്തെ പ്രശ്നം, പിന്നെ എന്താണ്? ദൈവത്തിൻ്റെ കൃപയാണ്. അപ്പം നമ്മൾ എന്താ ചെയ്യണത്? ദൈവത്തിൻ്റെ കൃപയെന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിൻ്റെ ശക്തിയാണ്. ഓരോ കാര്യം നമ്മൾ പറയത്തില്ലേ, അപ്പം അതൊക്കെ എന്താണെന്ന് അറിയണം. ഓരോ കാര്യം ഇപ്പം നമ്മൾ Ephesians 2:8 എന്താണ്? കർത്താവിൻ നിങ്ങളുടെ കഴിവിനാലല്ല, ദൈവത്തിൻ്റെ കൃപയാൽ. അപ്പോൾ നമ്മുടെ കഴിവ് ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ കഴിവില്ലാണ്ടിരിക്കും, ചില കാര്യങ്ങൾക്ക് കഴിവില്ല, ചിലപ്പോൾ സ്വാധീനമില്ല. ഇപ്പോൾ ഇന്നലെ ഒരു സാക്ഷ്യം പറയുമായിരുന്നു. എന്താ പരിപാടി എന്ന് വെച്ചാൽ അവരുടെ ഭർത്താവ് ഇനി ജോലിയില്ല, ഡ്രൈവറാണ്, ജോലിയില്ല. അതാണ് പ്രശ്നം. ടാക്സിക്ക് ഓട്ടമില്ല, കൊച്ചിന് മരുന്ന് വേണം, വീട്ടിൽ ഭക്ഷണം വേണം, കറണ്ട് ചാർജ് അടക്കണം, എല്ലാം കൊണ്ട് നടക്കണില്ല സംഭവം. അപ്പോൾ അതുകൊണ്ട് ഇവരെന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ തോറ്റെന്ന് കണ്ട് അവിടെ മെരിറ്റ് പോയി.
അവിടെ മെറിറ്റ് പോയാൽ പിന്നെ എന്താ വർക്ക് ചെയ്യണത്? ഗ്രേസാണ് വർക്ക് ചെയ്യണത്. എപ്പോഴും മെറിറ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ യോഗ്യത. നമുക്ക് യോഗ്യത, ഇപ്പോൾ സാഹിബുമാർ വരികയും കൊറോണ ഒന്നുമില്ല, നിറച്ച് ആൾക്കാർ വരികയും ചെയ്യുക, അപ്പോൾ ഓട്ടം കിട്ടി കഴിയുമ്പോൾ നമ്മുടെ മെറിറ്റാണത്. മെറിറ്റ് ഇല്ല, നടക്കണില്ല. കൊറോണയുടെ കൂടി കേരളത്തിൻ്റെ എല്ലാവരുടെയും മെറിറ്റ്, ലോകത്തിലെ തന്നെ മെറിറ്റ് പോയിരിക്കുകയും അവരുടെ യോഗ്യത പോയി. ഇനിയിപ്പോൾ എന്താ വർക്ക് ചെയ്യണത്? ഉടമ്പടിയെ വർക്ക് ചെയ്യത്തുള്ളൂ, ഗ്രേസേ വർക്ക് ചെയ്യത്തുള്ളൂ, ദൈവത്തിൻ്റെ കൃപ മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. അതാണ് അത് ചിന്തിക്കേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഇത് തന്നെയല്ല, ഏതെങ്കിലും വകുപ്പിൽ നിൻ്റെ മെറിറ്റ് പോയി കഴിയുമ്പോൾ നീ ശ്രദ്ധിക്കണം, എന്താണ്? കർത്താവിൻ്റെ ഗ്രേസ് വർക്ക് ചെയ്യാൻ സമയമായെന്ന്. അല്ലാതെ ഒരുപ്പൊക്കം പോയെന്ന് പറഞ്ഞ് പോയി കെട്ടിത്തൂക്കേണ്ട കാര്യമില്ല. അതായത് എപ്പോഴെങ്കിലും നിൻ്റെ ഒരു മെറിറ്റ് പോയാൽ, ഇപ്പോൾ ഈ ചേച്ചി എന്താ പറയണത്? ഞങ്ങൾക്ക് ഒരു ഓട്ടം പോലും കിട്ടണില്ല, 2 കുഞ്ഞുങ്ങളുണ്ട്, ഇത് എങ്ങനെ പോറ്റും? അപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഈ ഒരാഴ്ച ഒരു ഓട്ടം കിട്ടിയാൽ എങ്ങനെ ജീവിക്കണം? റേഷൻ മേടിക്കാൻ പോലും പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പരിശുദ്ധാത്മ പറഞ്ഞു, നീ ഉടമ്പടി തൈലം എടുത്ത് നിൻ്റെ ഭർത്താവിൻ്റെ കാറിൻ്റെ താക്കോലെ തേച്ച് വെക്കാൻ പറഞ്ഞു. ഇതാണ് ഞാൻ ഒന്ന് പറയണത്. അവർക്ക് അതിനുള്ള ഫെയ്ത്ത് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഓർക്കും, ഇത് എന്ത് പൊട്ടമർത്താണ് ഈ അച്ഛൻ പറയണത്? പിന്നെ ഉടമ്പടി തൈലം എടുത്ത് കാറിൻ്റെ ചാവിയിട്ട് തേച്ചിട്ട് എന്ത് കാണിക്കാനാണ്? ഒന്നും കാണിക്കാനില്ല. കിട്ടിയ വണ്ടിക്ക് വീട്ടിൽ പോയാൽ മതി. നിങ്ങൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. ഈ ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഉടമ്പടി നിങ്ങൾക്ക് ഫലമാകാൻ സാധ്യതയില്ല. കാര്യം ഇവരെന്താ ചെയ്തിരിക്കുന്നത്? ഇവർ ഓട്ടമില്ലെന്ന് പറഞ്ഞപ്പോൾ തന്നെ ആ കാറിൻ്റെ ചാവി ഊരിയെടുത്തും പ്രാർത്ഥനാ മുറി പോയിച്ചും ഉടമ്പടി തൈലം എടുത്തിട്ട്, ഞങ്ങളെന്താ ചെയ്തിരിക്കുന്നത്? ഉടമ്പടി തൈലമല്ലല്ലോ, അതൊരു മീഡിയമല്ലേ. ഞങ്ങളെന്താ ചെയ്തിരിക്കുന്നത്? യേശു കർത്താവാണെന്ന് പറഞ്ഞ് ദൈവം അവനെ മരിച്ചവരെന്ന് ഉയർപ്പിച്ചു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ ഉടമ്പടി തൈലം ബ്ലെസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മരിച്ചു കിടക്കണം, ചത്ത് കിടക്കണം കാറ് ഓടാൻ തുടങ്ങും പിന്നീട്. പക്ഷെ അത് ആട്രിബ്യൂട്ട് ചെയ്യണം നമ്മൾ. അവിടെയാണ് എൻ്റെ വിഷയം ഇരിക്കുന്നത്. ചേച്ചി എന്താ ചെയ്തത്? ചേച്ചി ഈ ഉടമ്പടി തൈലത്തെ കാറിൻ്റെ താക്കോലിൽ ഉടമ്പടി തൈലം തേച്ചിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി. യേശു കർത്താവാണെന്ന് പറയുന്ന പേര് നമ്മളെന്താ ചെയ്യണത്? അതിൻ്റെ ബ്രോഡ് ഫോമാണ് ഉപയോഗിക്കുന്നത്. എന്താണത്? വിശ്വാസ പ്രമാണമാണ്. അപ്പോൾ വിശ്വാസ പ്രമാണം നിങ്ങൾ കാണാതെ പഠിക്കണം. കാണാതെ പഠിക്കാൻ തന്നെയല്ല, നിങ്ങളത് പ്രോഗ്രാം ചെയ്തിട്ട് വേണം ലോഞ്ച് ചെയ്യാൻ. അല്ലാതെ ആകാശത്തിന് ഭൂമി കർത്താവ് കർത്താവ് മിക്കവാറും നാവ് പിഴുത കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. കാര്യം ദൈവത്തെ കളിയാക്കണമാണത്. നിങ്ങൾ വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ വ്യക്തമായിരിക്കണത് എന്താണ് പറയണത്, നിനക്കൊരു ബോധം ഉണ്ടാകണം. ആത്മീയത എന്ന് പറയുന്നത് ബേസിക്കായിട്ട് ഇറ്റ് ഇസ് എ കോൺഷ്യസ് ആൻഡ് ഫെയ്ത്ത് ഇസ് എ കോൺഷ്യസ്. അതായത് വിശ്വാസം എന്ന് പറയുന്നത് ഒരു ബോധമാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 മഹത്വം ആരാധന ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ മഹത്വം ആരാധന ആത്മീയ ജീവിതത്തെ യേശുവേ അഭിഷേകത്താൽ കൈയടിച്ചുകൊണ്ട് പാടുക.